നമ്മളിങ്ങനെ വല്ലാത്ത കാലം എന്ന് പറയും, കാലത്തെ നമ്മൾ ആക്ഷേപിക്കും. വല്ലാത്തൊരു കാലം, ഇതെന്തൊരു കാലമാണ്. സത്യത്തിൽ വൽ ഐബു ഫീനാ, കാലത്തിനെന്ത് കുഴപ്പം? ന്യൂനതയുള്ളത്, കുറവുകളുള്ളത് നമ്മളിലാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാം മഹാനായ ഇമാമുന ശാഫിഈ ഐബുൻ സിവാനാ, കാലത്തിനൊരു കുഴപ്പവുമില്ല. ഒരുപാട് കുഴപ്പം പിടിച്ച നമ്മൾ ജീവിക്കുന്നു എന്നത് മാത്രമാണ് ഈ കാലത്തിന്റെ ഒരു കുഴപ്പം. അതല്ലാതെ വേറൊരു കുഴപ്പവും കാലത്തിനില്ല എന്ന് ഇമാമുന ശാഫിഈ തങ്ങൾ പാടിയിട്ടുണ്ട്. അപ്പൊ കാലത്തെ കുറ്റം പറഞ്ഞ് കൈയൊഴിഞ്ഞു മാറാനാവില്ല, രക്ഷപ്പെടാനുമാവില്ല. നമ്മളിലാണ് കുഴപ്പമുള്ളത്. ആ ന്യൂനതകളെ തിരുത്താൻ നമുക്ക് സാധ്യമാവണം. നന്മയുടെ വാഹകരായി മാറാൻ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും സാധ്യമാവണം. നമ്മൾ മാത്രം നന്നായാൽ പോരാ. നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നന്മയുടെ നറുമണങ്ങളാക്കി വളർത്തേണ്ട വലിയ ഉത്തരവാദിത്വവും നമ്മളിലാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുള്ളത് നമ്മളെയാണ്, അല്ലേ? ഒരുപാട് മക്കളെ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നുണ്ട്. പുതിയ തലമുറയിൽ, ന്യൂ ജനറേഷൻ, പുതിയ തലമുറ അപകടകരമായ സാഹചര്യങ്ങളിലേക്കാണ് പോകുന്നത്, അല്ലെ? മതനിരാസവും അതേപോലെ തന്നെ പല രീതിയിലുള്ള ചിന്താഗതികൾ. ഇനി മതത്തിന്റെ അകത്തുള്ളവർക്ക് തന്നെ പരിശുദ്ധമായ ദീനിന്റെ പല നിയമങ്ങളോടും ഒരു പുച്ഛ മനോഭാവം. എന്തേ ഈ മതം ഇങ്ങനെ, എന്താ ഇസ്ലാം അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെ മദ്രസയിലെ വിദ്യാർത്ഥികൾ പോലും ഗുരുനാഥന്മാരോട് ഓരോ വിഷയങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ചോദിക്കുകയാണ്. കുട്ടികൾക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം അവരുടെ ചിന്തകൾ മലീമസമായിരിക്കുകയാണ്. അവരുടെ എല്ലാ അർത്ഥത്തിലുമുള്ള ഇടപെടലുകൾ ആ രീതിയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കളെയൊക്കെ നന്മയുടെ നറുമണങ്ങളാക്കി വളർത്താൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്മാനമാണ് സന്താനങ്ങൾ എന്ന് പറയുന്നുണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലേ? ഹബീബ് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഔലാദുകും ഹിബത്തുല്ലാഹി ലക്കും, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണ്. സന്താനങ്ങൾ എന്ന് പറയുന്നത് സൃഷ്ടാവിന്റെ സമ്മാനമാണ്, അല്ലാഹു നൽകിയ സമ്മാനമാണ്. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ഹദീസിൽ കാണാം, അമാനത്താണ് പ്രിയപ്പെട്ട മക്കൾ. അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്താണ്, വിശ്വസിച്ചേൽപ്പിക്കുന്ന സ്വത്തിനാണ് അമാനത്ത് എന്ന് പറയുക. അങ്ങനെ നമ്മളെ വിശ്വസിച്ചേൽപ്പിച്ച സ്വത്താണ് പ്രിയപ്പെട്ട സന്താനങ്ങൾ എന്ന് പറയുന്നത്. ആ അമാനത്തിന് കേടുപാടുകൾ കൂടാതെ സൂക്ഷിക്കാൻ നമുക്ക് കഴിയണം. അത് നൽകപ്പെട്ട നമ്മുടെ ബാധ്യതയാണ്, മാതാപിതാക്കളുടെ ഉത്തരവാദിത്തമാണ്. കുല്ലുക്കും റാഇൻ വമസ്ഊലുൻ അൻ റഇയതിഹി, നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്. സാധാരണ പ്രഭാഷണ വേദികളിൽ നമ്മൾ കേൾക്കാറുള്ള മനോഹരമായ നബിവചനമാണിത്. നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്, ആ ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്നവരുമാണ്. ഖാലിഖായ റബ്ബിന്റെ കോടതിയിൽ നാളെ ചോദ്യമുണ്ടാവുക തന്നെ ചെയ്യും. ഒരു പുരുഷൻ അവന്റെ ഭാര്യ മക്കളുടെ മേൽ ഉത്തരവാദിത്തമുള്ളവനാണ്. ആ ഉത്തരവാദിത്തം ഭംഗിയായി നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നവനുമാണ്. അതുപോലെ വൽമർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ ഉത്തരവാദിത്തമുള്ളവളാണ്. ആ ഭർത്താവിലൂടെ അവൾക്ക് ലഭിച്ചിട്ടുള്ള പ്രിയപ്പെട്ട മക്കളെ വേണ്ട പോലെ പരിരക്ഷിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എന്റെ വാഴ് കേൾക്കുന്ന ഈ മറക്കപ്പുറത്തിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട പെങ്ങളെ, ഈ ഇരിക്കുന്ന പുരുഷന്മാരായ വാപ്പമാരെക്കാൾ ഒരുപടി കൂടി ഉത്തരവാദിത്തമുള്ളവരാണ് മക്കളുടെ കാര്യത്തിൽ നിങ്ങൾ. ഞാൻ വെറുതെ പറയുകയല്ല, ഉമ്മമാർ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമുള്ളവരാണ്. അവർ നന്നായാൽ പ്രിയപ്പെട്ടവരെ തലമുറകൾ നന്നാവും. അവർ നന്നായാൽ, അവര് മോശമായാലോ മക്കള് മോശമാകുന്നതാണ്. വാപ്പമാർ എത്ര വലിയ നല്ലവരായാലും ഉമ്മമാർ മോശമാണോ മക്കൾ മോശമാകുന്നതാണ്. വെറുതെ പറയുകയല്ല ഞാൻ വരാം. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത്
മക്കൾ നന്നാവണം എന്നാഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകാനിടയില്ല. അല്ലെ? എല്ലാവരും ആഗ്രഹിക്കും മക്കൾ നന്നാവണം. ഇപ്പൊ ഈ സദസ്സിൽ ഈ ഇത്തരം വേദികളുടെയൊക്കെ ഏറ്റവും വലിയ സങ്കടകരമായൊരു സാഹചര്യം എന്തെന്നറിയോ? ഇത് കേൾക്കേണ്ട ഒരു സമൂഹം ഇത്തരം വിഷയങ്ങൾ കേൾക്കുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും വളരെ സങ്കടത്തോടെ ആലോചിക്കുന്ന ഒരു കാര്യമാണത്. നമ്മൾ വഅദ് പരിപാടികൾ സംഘടിപ്പിക്കുന്നു, മതവിജ്ഞാന വേദികൾ ഉണ്ടാകുന്നു, വെള്ളിയാഴ്ച പള്ളിയിലും വലിയ വലിയ പ്രഭാഷണങ്ങൾ നടക്കുന്നു. ആരാ ഇത് കേൾക്കുന്നത്? ഇത് ആരിലേക്കാണ് എത്തുന്നത്? ഇത് 5 നേരം പള്ളിയിൽ വരുന്ന, നല്ല പോലെ നിസ്കരിക്കുന്ന, അത്യാവശ്യം ഒരു അച്ചടക്കത്തോടൊക്കെ ജീവിക്കുന്ന ആളുകളാണ് ഇവിടെ വരുന്നത്, ഇത് കേൾക്കുന്നത്. ഇത് കേൾക്കേണ്ട വലിയൊരു വിഭാഗം ഈ പരിസരത്ത് പോലും 14 അയലത്ത് പോലും അവർ വരുന്നില്ല എന്നത് വളരെ സങ്കടകരമാണ്. ഇത്തരം വേദികളിൽ യുവാക്കളെ നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇവിടെ അൽഹംദുലില്ലാ ഒരല്പമെങ്കിലും ചെറുപ്പക്കാർ, കുട്ടികൾ, യുവാക്കൾ, അല്ലെ, കൗമാര ചൈതന്യങ്ങൾ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇന്നുണ്ടെന്ന് തോന്നുകയാണ്. ഏതായാലും അൽഹംദുലില്ലാ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതൊക്കെ ഉൾക്കൊള്ളാനും നമ്മുടെ ജീവിതത്തിൽ പകർത്താനും ഒക്കെ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കൾ ഉണ്ടാകാനിടയില്ല. പക്ഷേ നന്നാകണമെങ്കിൽ അതിന് മാതാപിതാക്കളിൽ നിക്ഷിപ്തമായിട്ടുള്ള, അവരെ നിർവഹിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. നന്നാവണമെന്ന് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നന്നാക്കാനുള്ള ഇടപെടലുകൾ നടത്തുക തന്നെ വേണം. വളരെ പ്രധാനപ്പെട്ട ഇടപെടലുകൾ മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാവണം. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. മക്കൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. മക്കൾ ഉണ്ടായി അവരുടെ വളർച്ചാ ഘട്ടങ്ങളിൽ മാതാപിതാക്കൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട, ജാഗരൂകരാകേണ്ട വിഷയങ്ങളുണ്ട്. ഇങ്ങനെയാണ് സന്താന സംസ്കരണത്തെ മഹാന്മാരായ ഉലമാ തരം തിരിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് സന്താന സംസ്കരണം 3 ഘട്ടങ്ങളിലായി തരംതിരിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒന്നാമത്തേത് മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ അത് വളരെ പ്രധാനമാണ്. എന്താണ് ആ കാര്യങ്ങൾ? നമ്മളൊന്ന് വിശകലനം ചെയ്യേണ്ടത് തന്നെയാണ്. ഒന്നാമതായി മഹാന്മാരായ ഉലമാ പറയുന്നത്, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ അവർ നന്നാകാൻ നമ്മൾ ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, പ്രിയപ്പെട്ടവരെ, നമ്മൾക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്ക് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. ഇഖ്തിയാറുൽ മർഅത്തി സ്വാലിഹ, ഒരു സ്വാലിഹത്തായ ഇണയെ നമ്മൾ തിരഞ്ഞെടുക്കുക. നമുക്കൊരു ഭാര്യ എന്നതിലുപരി നമ്മൾക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്ക് അവൾ നല്ലൊരു ഉമ്മയാവണം. അങ്ങനെ ഒരു ചിന്ത നമ്മളിൽ ഉണ്ടാവണം. കല്യാണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ മക്കൾക്ക്, നമുക്കുണ്ടാകാൻ പോകുന്ന പ്രിയപ്പെട്ട സന്താനങ്ങളെ വേണ്ട പോലെ പരിരക്ഷിക്കാൻ കഴിയുന്നവളാവണം അവൾ. അതാണ് നിക്കാഹിന്റെ മുമ്പേ നടക്കുന്ന ഖുതുബയിൽ നമ്മൾ കേൾക്കാറുള്ളൊരു ഹദീസ് ഉണ്ടല്ലോ, തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ. 4 കാര്യങ്ങളാണ് പൊതുവേ വിവാഹം ചെയ്യുമ്പോൾ ആളുകൾ നോക്കാറുള്ളത്. സമൂഹത്തിൽ പൊതുവെ നടക്കുന്ന വിവാഹങ്ങളിൽ 4 കാര്യങ്ങളെയാണ് നോക്കാറുള്ളത്. ലിമാലിഹ, ഒന്നവളുടെ സമ്പത്താണ്. ഉലിജമാലിഹ, അവളുടെ സൗന്ദര്യം നോക്കുന്നവരുണ്ട്. ഉലിഹസബിഹ, അവളുടെ തറവാടിത്തം, അവളുടെ കുലമഹിമ, അത് നോക്കുന്നവരുണ്ട്. ഒലിദീനിഹ, മതബോധത്തെ പറ്റിയാണ്. എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, മതബോധമുള്ള പെണ്ണിനെ വിവാഹം കഴിച്ചു നീ വിജയിച്ചോളൂ. നബിയുനാ റസൂലുള്ളാഹി, മതബോധമുള്ള പെണ്ണിനെ വിവാഹം ചെയ്താലാണ് വിജയമുണ്ടാവുക എന്നർത്ഥം. അവിടെയാണ് വിജയമുള്ളത്. ദുന്യവിയും മുഖ്റവിയുമായ വിജയത്തിന്റെ നിദാനമാണത്. മതബോധമുള്ള ഒരു പെണ്ണിനെ വേണം വിവാഹം ചെയ്യാൻ. കാരണം അവൾക്കാണ് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ നന്മയുടെ നറുമണങ്ങളാക്കി മാറ്റാൻ സാധിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉമ്മ നന്നായാൽ മക്കൾ നന്നാവുന്നതാണ്. ഉമ്മ മോശമായാൽ മക്കൾ മോശമാകുന്നതാണ്. വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു
بإذن ربه والذي خبث لا يخرج إلا نكدا. വിശുദ്ധ ഖുർആൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്, വൽബലദു ത്വയ്യിബു യഖ്റുജു നബാതുഹു ബിഇദ്നി റബ്ബിഹി. നല്ല ഭൂമിയിലാണ് നല്ല സസ്യം മുളക്കുക, മോശപ്പെട്ട ഭൂമിയിൽ നല്ല സസ്യം മുളക്കാനിടയില്ല. സസ്യം മുളക്കണമോ, നല്ല രീതിയിൽ അത് വളർന്ന് പന്തലിക്കണമോ, ആ ഭൂമി നല്ല ഭൂമിയാവണം. ആ സസ്യം വളരാൻ പാകത്തിലുള്ള ഭൂമിയാവണം. നല്ല ഭൂമിയിലാണ് നല്ല സസ്യങ്ങൾ ഉണ്ടാകുന്നത്. എന്താണ് ഈ ആയത്തിന്റെ വ്യാഖ്യാനം? മഹാന്മാരായ ഉലമാ പറയുന്നത്, നല്ല ഉമ്മമാരിലാണ് നല്ല മക്കൾ ഉണ്ടാവുക. വലം അറലിൽ ഖലായിഖ മിൻ മഹല്ലി യുഹദ്ദിബുഹാ കഹിളുനിൽ ഉമ്മഹാതി. കാവ്യലോകത്തെ കുലപതികൾ ഓർമ്മപ്പെടുത്തുകയാണ്, എന്റെ വാഴ്ച കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, ഇത് എന്റെ വകയായി ഞാൻ പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ലോകം കണ്ട പ്രഗത്ഭരായ ഉലമാ പഠിപ്പിക്കുകയാണ്, വലം അറലിൽ ഖലായിഖ മിൻ മഹല്ലി യുഹദ്ദിബുഹാ കഹിളുനിൽ ഉമ്മഹാതി. ഉമ്മമാരുടെ മടിത്തട്ടാണ് മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠശാല. മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠശാല ഉമ്മയുടെ മടിത്തട്ടാണ്. അവിടെ നിന്നാണ് അവരുടെ സ്വഭാവം രൂപീകൃതമാകുന്നത്. അവർ സംസ്കാരം പഠിക്കുന്നതെല്ലാം ആ മടിത്തട്ടിൽ നിന്നാണ്. അതുകൊണ്ട് ഉമ്മ എങ്ങനെയാണോ അതിനനുസരിച്ചാണ് മക്കളായി മാറുക. വാഴ്ച കേൾക്കുന്ന ഉമ്മമാരെ, നിങ്ങൾ നന്നാവണം, നിങ്ങൾ നല്ലവരാവണം, സ്വാലിഹാത്തുകളാവണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാപ്പമാർ പ്രവാചകന്മാരായിരുന്നിട്ട് പോലും ഒരു മകൻ മോശമായി, മറ്റൊരു മകൻ അനുസരണയുടെ പ്രതീകമായി. രണ്ട് മക്കളെ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്തിന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. ഒന്ന്, മഹാനായ സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ട മകൻ ഇസ്മാഈലാണ്. 99-ാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താന സൗഭാഗ്യം നൽകിയത്. അത് ഇസ്മാഈൽ എന്ന പ്രിയപ്പെട്ട മോനാണ്. 99-ാമത്തെ വയസ്സിൽ ഫലമ്മാ ബലഗ മഅഹു സഅയ ഖാൽ ആ മകൻ ബാപ്പയോടൊപ്പം ഓടാനും ചാടാനുമെല്ലാം പറ്റിയ പ്രായമെത്തിയപ്പോൾ, അത് എത്രയാണ് എന്നതിൽ മഹാന്മാരായ മുഫസ്സിരിങ്ങൾക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്. 3, 4, 5 വയസ്സ് എന്നൊക്കെയാണ് അഭിപ്രായമുള്ളത്. ഏതായാലും ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊച്ചു പ്രായത്തിലാണ്, കുട്ടിക്കാലത്താണ് ആ മകനെ വിളിച്ചിട്ട് വാപ്പ പറയുന്നത്, ഖുദിൽ ഹബ്ല വൽ മുദിയാ. മോനെ, ഒരു കയറും ഒരു കോടാലിയും എടുത്ത് എന്റെ കൂടെ വാ, നഹ്തതിബു, നമുക്ക് വിറക് ശേഖരിക്കാൻ പോകാം എന്ന് പറഞ്ഞ് മകനെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. എവിടെയാണ് നേരെ ചെന്നത്? മഹാനായ ഇമാമുന റാസി തങ്ങൾ തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഫതവസ്സതാ ശിഅബ സബീർ, മിനാ പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് സബീർ എന്ന് പറയുന്ന ഒരു മലഞ്ചെരുവിലെത്തിയപ്പോ വാപ്പ മകനോട് പറഞ്ഞു, ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക് ഫൻദുർ മാദാ തറാ. മോനെ, ഞാൻ വിറക് ശേഖരിക്കാനൊന്നുമല്ല നിന്നെ കൊണ്ടുവന്നത്. ഞാൻ നിന്നെ കൊണ്ടുവന്നത് നിന്നോടൊരു കാര്യം ആലോചിക്കാനാണ്. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് സ്വപ്ന ദർശനം നൽകപ്പെട്ടിട്ടുണ്ട്. ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്, നിന്നെ അറുക്കാൻ ഖാലിഖായ റബ്ബിനോട് പറഞ്ഞിരിക്കുകയാണ്. ഫൻദുർ മാദാ തറാ, എന്താണ് നിന്റെ അഭിപ്രായമെന്ന് നീ ആലോചിച്ചു പറയണം. ഒരാലോചനയുമില്ലാതെ ആ കൊച്ചുബാലൻ പ്രിയപ്പെട്ട പിതാവിനോട് പറയുന്നത്,
قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. ബാപ്പാ, എന്നെ നിങ്ങൾ അറുത്തോളൂ ബാപ്പാ. യാ അബതി ഫഅൽ മാ തുഅമർ, എന്താണോ നിങ്ങളോട് അല്ലാഹു കൽപ്പിച്ചിട്ടുള്ളത് അതെന്താണെങ്കിലും അങ്ങ് ചെയ്തോളൂ ബാപ്പാ. അതെന്താണെങ്കിലും എനിക്ക് വിഷയമേ അല്ല, ഞാൻ ക്ഷമിച്ചോളാം. ക്ഷമാശീലരുടെ കൂട്ടത്തിൽ ഞാൻ ഉണ്ടാകും ബാപ്പാ എന്ന് പറയുന്ന ഒരു കൊച്ചുബാലൻ. പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്, ഈ മകൻ ഇത്ര അനുസരണയുള്ള അച്ചടക്ക ബോധമുള്ള മകനായി മാറിയത് ഈ മകനെ വളർത്തിയ ഉമ്മ ഹാജറ ബീവി എന്ന വിശ്വാസമോ ഒന്നുമില്ലാത്ത കേവലം പാറക്കൂട്ടങ്ങൾ മാത്രമായിരുന്ന മക്കയിലാണ് ഇബ്രാഹിം നബി തന്റെ പ്രിയതമയെയും പ്രിയപ്പെട്ട മകനെയും തനിച്ചാക്കി കടന്നു കളഞ്ഞത്. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഹാജറ ബീവി ചോദിക്കുന്നത്, അല്ല, എങ്ങോട്ടേക്കാണ് നിങ്ങൾ പോകുന്നത്? ഒരു മറുപടിയും പറയാതെ, ഒന്നും ഉരിയാടാതെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് ഗമിക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ഹാജറ ബീവിയുടെ ചോദ്യം, അല്ലാഹു അമറക്, ഇങ്ങനെ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞത് അല്ലാഹുവാണോ? ഇത് റബ്ബിന്റെ കൽപ്പനയാണോ? ഇത് അല്ലാഹ് പറഞ്ഞതാണോ? ആ ചോദ്യത്തിന് ഉത്തരമായി അതേ എന്ന അർത്ഥത്തിൽ തലകുലുക്കി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുന്നോട്ട് ഗമിക്കുമ്പോ ഹാജറ ബീവി പറഞ്ഞു, ഇതെല്ലാ യുളയ്യഅനാ, അല്ലാഹു കൽപ്പിച്ചതാണെങ്കിൽ എനിക്കൊരു വിഷമവുമില്ല, ഒരാപത്തും വരില്ല, അങ്ങ് ധൈര്യമായി പോയിക്കോളൂ എന്ന് പറയുകയാണ്. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, എവിടെയാണിത്? ഏത് ഭൂമിയിൽ നിന്നുകൊണ്ടാണിത് പറയുന്നത്? ആ സഞ്ചിയിലുള്ള ഈത്തപ്പഴവും തീർന്നപ്പോഴാണ് ആ പൊന്നുമോൻ കരയാൻ തുടങ്ങിയത്. ദാഹിച്ചു വലഞ്ഞ കരയാൻ തുടങ്ങിയപ്പോഴാണ് ഹാജറ ബീവി സഫാ മർവ പർവ്വതങ്ങൾക്കിടയിൽ ഓടി നടക്കാൻ തുടങ്ങിയത്, ഒരിറ്റ് ദാഹജലം അന്വേഷിച്ച്. അപ്പോഴാണ് മഹാനായ ഇസ്മായിൽ നബി എന്ന പിഞ്ചു പൈതൽ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് നിർഗളിച്ചു വന്ന മനോഹരമായ വെള്ളം, മാഉ സംസം അഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമിൻ ഫൽ കൗസരി ഫാനീലു മിസ്റ സുമ്മ ബാഖിൽ അൻഹുരി. ലോകത്തേറ്റവും ശ്രേഷ്ഠമായ ശ്രേഷ്ഠതയുടെ വിഷയത്തിൽ 2ാം സ്ഥാനത്തുള്ള വെള്ളമാണ് മാഉ സംസം എന്ന് പറയുന്നത്. 1ാം സ്ഥാനത്തുള്ള വെള്ളം ഏതാണെന്നറിയോ പ്രിയപ്പെട്ടവരെ? മുത്തുനബി തങ്ങളുടെ വിരലുകൾക്കിടയിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ഒരു വെള്ളമുണ്ട്. 1500-ലധികം വരുന്ന സ്വഹാബത്തിന് ഉളൂ ചെയ്യാനും കുടിക്കാനും മൃഗങ്ങളെ കുടിപ്പിക്കാനുമെല്ലാം അവരുപയോഗിച്ച വെള്ളം ഹബീബിന്റെ വിരലുകൾക്കിടയിൽ നിന്ന് നിർഗളിച്ചു വന്ന വെള്ളമാണത്. ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ള ചരിത്ര സംഭവമാണത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം ഈ പൊന്നുമോൻ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്ന് നിർഗളിച്ചു വന്ന വെള്ളമാണ്. സംസം വെള്ളം എന്നാണ് നമ്മളതിന് പറയുക. ആ വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ചു വന്നപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഹാജറ ബീവി ആ വെള്ളത്തോട് അടങ്ങാൻ പറഞ്ഞത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഹാജറ ബീവി എങ്ങാനും ആ വെള്ളത്തോട് അടങ്ങാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ആ സംസം ഇന്ന് കരകവിഞ്ഞൊഴുകുന്ന നദിയായി മാറുമായിരുന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഉറങ്ങിയോ? ഉറക്കം വരുന്നുണ്ടോ? പഠിച്ചോനെ, സലാത്തൊക്കെ ഉറക്കെ ചെല്ലുന്നുണ്ടോ? കുറച്ച് ആൾക്കാർ ഉറങ്ങിയ പോലെ തോന്നുകയാണല്ലോ പഠിച്ചോനെ. അല്ലാഹുവേ, ഈ സദസ്സിനെ നീ കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله صلاة الله سلام الله
ഹബീബില്ലാ ഇലാഹി സല്ലിമിൽ ഉമ്മ മിനൽ ആഫാതി വന്നിഖ്മ വമിൻ ഹമ്മിൻ വമിൻ ഗുമ്മ ബിഅഹ്ലിൽ ബദ്രി യാ അല്ലാഹ് സ്വലാത്തുല്ലാഹ് ഓർക്കെ സലാമുല്ലാഹ് സ്വലാത്തുല്ലാഹ് സലാമുല്ലാഹ് ഹബീബില്ലാ അലാ യാസീൻ ഹബീബില്ലാ. ഞാൻ പറഞ്ഞു വന്നത് ഇതല്ലാ യുളയ്യനാ, ഇത് അല്ലാഹ് പറഞ്ഞതാണോ? എന്നാൽ അങ്ങൊരു ഭയവും കൂടാതെ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞ ഹാജറ ബീവി എന്ന വിശ്വാസദാർഢ്യത്തിന്റെ പ്രതീകമായ മഹദി, വിശ്വാസദാർഢ്യത്തിന്റെ പ്രതീകമായ ഉമ്മ വളർത്തിയ മകനാണ് സയ്യിദുനാ ഇസ്മായിൽ. ഉമ്മമാരെ, നിങ്ങളുടെ മക്കൾ ഇസ്മായിലുമാരാവണോ? നിങ്ങൾ ഹാജറമാരാവണം. നിങ്ങൾക്ക് ഹാജറയാവാൻ കഴിയുമോ ഉമ്മ? എന്നാൽ നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഇസ്മായിലുമാരായി മാറും എന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട. മദ്രസയിൽ ഉസ്താദന്മാര് പരീക്ഷ കഴിഞ്ഞാൽ പ്രോഗ്രസ് റിപ്പോർട്ടിൽ സൈൻ ചെയ്യാൻ വേണ്ടി ഉമ്മമാരോട് വരാൻ പറയാറുണ്ട്. ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. ഉമ്മമാര് മദ്രസയിൽ വരുന്ന ഉമ്മമാരിൽ 99% ഉമ്മമാരും ഉസ്താദന്മാരോട് പറയുന്നത് ആണ്. ഇത് പറയാത്ത ഉമ്മമാർ വളരെ കുറവാണ്. മക്കളുടെ അനുസരണക്കേടിന്റെ കഥ പറയാനാണ് പൊതുവേ നമ്മുടെ സഹോദരിമാർക്ക് സമയമുള്ളത്. ഉമ്മ, നിങ്ങളുടെ മക്കൾ അനുസരണയുള്ള മക്കളാവണോ? ഇസ്മായിലുമനെ പോലെ ഇസ്മായിലുമാരായി മാറണോ? നിങ്ങൾ ഹാജറമാരായി മാറണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉമ്മ നന്നായത് കാരണമാണ് ആ മകൻ അത്ര വലിയ അച്ചടക്കമുള്ള അനുസരണയുള്ള മകനായി മാറിയത് എന്ന് ഉലമാ പഠിപ്പിക്കുകയാണ്. എന്നാൽ വാപ്പ പ്രവാചകനായിരുന്നിട്ട് പോലും അഹങ്കാരത്തിന്റെ മൂർത്തിമദ്ഭാവമായി മാറിയ ഒരു മകനുണ്ട്, കൻആൻ എന്ന് പറയുന്ന മകൻ. പ്രിയപ്പെട്ടവരെ, മറ്റാരുമല്ല മഹാനായ സയ്യിദുനാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. 950 കൊല്ലം സമുദായത്തോട് നന്മ മാത്രം പറഞ്ഞുകൊടുത്ത, ആളുകളെ നന്മയിലേക്ക് ക്ഷണിച്ചൊരു മഹാനായ പ്രവാചകൻ അല്ലേ? 950 കൊല്ലം. എത്ര കൊല്ലം? 950 കൊല്ലം. സുബ്ഹാനല്ലാഹ്. 950 കൊല്ലം സമുദായത്തോട് വഅദ് പറഞ്ഞു. എന്നിട്ടോ വളരെ ചുരുങ്ങിയ ആളുകളാണ് വിശ്വസിച്ചത്. അവിടെ ഒരുപാട് ചരിത്രമുണ്ട്, ഞാൻ ആ ചരിത്രത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. അല്ലേ? വല്ലാതെ സങ്കടപ്പെട്ടു. അങ്കുലി പരിമിതമായ ആളുകൾ മാത്രമാണ് വിശ്വസിച്ചത്, ആരും വിശ്വസിക്കുന്നില്ല. അവസാനം 950 കൊല്ലം ഒരു മനുഷ്യൻ മടുത്തു പോവില്ലേ? അവസാനം അള്ളാഹിനോട് പറഞ്ഞു, പടച്ചോനെ, റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ, ഒരൊറ്റ ഒന്നിനെ നീ ബാക്കി വെച്ചേക്കല്ല റബ്ബേ എന്ന് ദുആ ചെയ്തു. ആ പ്രാർത്ഥനയുടെ ഫലമാണ് ലോകം കണ്ട വലിയ ജലപ്രളയമുണ്ടായത്. അല്ലേ? ആ ജലപ്രളയത്തിൽ നൂഹ് നബിയോടുള്ള കപ്പലുണ്ടാക്കാൻ പറഞ്ഞു. നൂഹ് നബി കപ്പലുണ്ടാക്കി. ലോക ചരിത്രത്തിൽ ആദ്യത്തെ കപ്പൽ നൂഹ് നബിയുടെ കപ്പലാണ്. അങ്ങനെ ആ കപ്പൽ ആ ജലപ്രളയത്തിൽ ഇങ്ങനെ പോവാൻ, ബിസ്മില്ലാഹി മജ്രേഹാ വ മുർസാഹാ. അല്ലേ? ആ കപ്പലിന്റെ ചാവി അതെന്താ? ആ കപ്പലിന്റെ ചാവി അത് ബിസ്മില്ലയാണ്. കപ്പൽ പോകണോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിർത്തണോ? കപ്പൽ നങ്കൂരമിടണോ? അപ്പോഴും എന്താ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതാണ് ആ കപ്പലിന്റെ ചാവി. അങ്ങനെ വേറെ എഞ്ചിനും റിമോട്ടോ ഒന്നുമില്ല, ഒക്കെ ബിസ്മില്ലയാണ്. ബിസ്മില്ല എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലേ? എപ്പോഴും ബിസ്മി ചൊല്ലണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും വെള്ളം കുടിക്കുമ്പോഴും എല്ലാ സമയത്തും ബിസ്മില്ല എന്ന് പറഞ്ഞാൽ എന്താ? ദൈവിക സ്മരണയുടെ ഏറ്റവും അവസാന വാക്കാണത്. ദൈവിക സ്മരണയാണത്. അള്ളാഹുവിനെ ഓർക്കാത്ത ഒരു നിമിഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് ഏത് കാര്യത്തിലും ബിസ്മില്ല ചൊല്ലണമെന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. അല്ലേ? എല്ലാ കാര്യം ബിസ്മി കൊണ്ട് തുടങ്ങാത്ത എല്ലാ കാര്യവും ബർക്കത്തില്ലാത്തതാണ് എന്ന് പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. എല്ലാത്തിലും ബർക്കത്ത് വേണോ? ബിസ്മി ചൊല്ലണം. എല്ലാത്തിലും ബിസ്മി.
ഇണചേരുമ്പോൾ പോലും അള്ളാനെ ഓർക്കണമെന്ന് പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം, അല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ ഇണചേരുമ്പോൾ പോലും അള്ളാഹുവിനെ ഓർക്കണം, പടച്ചവന്റെ നാമത്തിൽ തുടങ്ങണം. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബിന ശൈത്വാൻ വജന്നിബി ശൈത്താന മാ റസഖതനാ. ഇതാണ് ഇണചേരുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ആ നേരത്ത് പോലും റബ്ബിനെ ഓർക്കണമെന്ന് പറഞ്ഞ നേതാവിന്റെ പേരാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ സമയത്തും ബിസ്മി വേണം. ഒരിക്കൽ രണ്ട് പിശാചുകൾ തമ്മിൽ കണ്ടുമുട്ടി എന്നാണ് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയുന്നുണ്ട്. രണ്ട് പിശാചുകൾ തമ്മിൽ കണ്ടുമുട്ടി. ഒന്ന് നല്ല തടിച്ചു കൊഴുത്ത പിശാചാണ്, മറ്റൊന്ന് മെലിഞ്ഞുണങ്ങിയ പിശാച്. രണ്ട് പിശാചുക്കൾ. ഒന്ന് മുസ്ലിമായ മനുഷ്യന്റെ കൂടെയുള്ള പിശാച്ചാണ്, മറ്റൊന്ന് അവിശ്വാസിയുടെ കൂടെയുള്ള പിശാച്ചാണ്. അപ്പോൾ ഒരാൾ നല്ല തടിച്ചു കൊഴുത്തിട്ടും മറ്റേ പിശാച്ച് മെലിഞ്ഞുണങ്ങിയിട്ടുമാണ്. അങ്ങനെ രണ്ടാളുകൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ അവർ തമ്മിൽ കുശലാന്വേഷണം നടത്തുകയാണ്. അപ്പോൾ ഈ തടിച്ചു കൊഴുത്ത പിശാച്ച് ചോദിച്ചു, അല്ല മോനെ, എന്താ നിനക്ക് പറ്റിയത്? നീ വല്ലാണ്ട് ആകെ നിന്നെ കാണുമ്പോൾ തന്നെ സങ്കടമാണല്ലോ, നല്ലൊരു വസ്ത്രം പോലും ധരിച്ചിട്ടില്ല, ആകെ കീറിപ്പറഞ്ഞ വസ്ത്രം. ഇത് കഥ പറയല്ലേട്ടാ, ഇത് മഹാനായ സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ്. കീറിപ്പറഞ്ഞ വസ്ത്രം, ഭക്ഷണം നേരെ കഴിച്ചിട്ടില്ല, വെള്ളം കുടിച്ചിട്ടില്ല, കാണുമ്പോൾ തന്നെ വളരെ സങ്കടകരമായ ഒരു കോലം. ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി? ഒരു സന്തോഷമില്ലല്ലോ നിന്റെ മുഖത്ത്, ആകെ മെലിഞ്ഞുണങ്ങിയിട്ടാണല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ആ പിശാച് പറഞ്ഞു, മെലിഞ്ഞുണങ്ങിയ പിശാച് പറഞ്ഞു, ഞാനുള്ളത് ഒരാളുടെ കൂടെയാണ്. അവന്റെ മുന്നിലേക്ക് ഭക്ഷണം കൊണ്ടുവെക്കപ്പെട്ടാൽ അവൻ പറയും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അതോടെ പിന്നെ എനിക്ക് ആ ഭക്ഷണം തൊടാൻ പറ്റില്ല. അവന്റെ മുന്നിലേക്ക് വല്ല ജ്യൂസോ ചായയോ പാനീയമോ കൊണ്ടുവെക്കപ്പെട്ടാൽ അവൻ പറയും, ബിസ്മില്ലാഹി റഹ്മാനിർ റഹീം. അതോടെ എനിക്ക് ആ വെള്ളം കുടിക്കാനുമാവില്ല. അവന് വസ്ത്രം ധരിക്കുമ്പോഴും അവൻ അല്ലാഹനെ ഓർക്കും, അപ്പോഴോ എനിക്ക് അവന്റെ വസ്ത്രത്തിൽ പങ്കാളിയാകാനും എനിക്കാവില്ല. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മെലിഞ്ഞുണങ്ങിപ്പോയത്, എൻ്റെ കാര്യം വളരെ സങ്കടകരമാണ്. അപ്പോഴാണ് മറ്റേ പിശാച് പറയാ, ആര്? മോട്ടാവാല. ആരാ പറയാ? നിങ്ങൾ എന്താണ് മനുഷ്യന്മാരെ, മനസ്സിലാവണില്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലേ? ആ തടിച്ചു കൊഴുത്ത പിശാച് പറഞ്ഞു എന്നാണ്. തടിച്ചു കൊഴുത്ത പിശാച് പറഞ്ഞു, എൻ്റെ കാര്യം, ആ കാര്യത്തിൽ ഞാൻ വളരെ ഭാഗ്യവാനാണ്, എൻ്റെ കാര്യം വളരെ കുശാലാണ്. കാരണം എന്താണെന്നറിയോ? ഞാനുള്ളത് ഒരുത്തൻ്റെ കൂടെയാണ്. അവൻ്റെ മുന്നിലേക്ക് എന്ത് കൊണ്ടൊക്കെപ്പെട്ടാലും ബിസ്മി എന്നുള്ള ആജാതി പരിപാടിയൊന്നും എനിക്കില്ല. അതുകൊണ്ട് അവൻ്റെ കൂടെ ഭക്ഷണം കഴിക്കാനും, അവൻ്റെ കൂടെ വെള്ളം കുടിക്കാനും, അവൻ്റെ കൂടെ വസ്ത്രം ധരിക്കാനും എല്ലാത്തിനും ഞാനുണ്ടാവും. എന്തിനേറെ പറയണം, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇദാ ജാമഅ അർ-റജുലു ഇംറഅതഹു വലം യുസമ്മി. ഒരാൾ അവൻ്റെ ഭാര്യയുമായി ഇണചേരുന്ന നേരത്ത് ബിസ്മി ചൊല്ലാതിരുന്നാൽ, പിശാച് അവന്റെ ജനനേന്ദ്രിയത്തിലേക്ക് നുഴഞ്ഞു കയറുന്നതാണ്. എന്നിട്ടവന് ആ പിശാച് ഈ മനുഷ്യന്റെ കൂടെ ഇണചേരാൻ പോലും ആ പിശാച് ഉണ്ടാകുമെന്ന് കളവ് പറയാത്ത നാവിന്റെ പരിശുദ്ധ നബി മുഹമ്മദ് മുസ്തഫ. കണ്ടോ? ഇത് മഹാനായ അല്ലാമ ഇബ്നു ജരീർ തങ്ങൾ തന്റെ തഹ്ദീബുൽ ആസാർ എന്ന ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് എല്ലാ ഘട്ടത്തിലും ബിസ്മി ചൊല്ലണം എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പൽ ആ ജലപ്രളയത്തിലൂടെ ഇങ്ങനെ പോകുമ്പോഴാണ് പ്രിയപ്പെട്ട മകൻ കൻആനിനെ കാണാനിടയായത്. കൻആൻ ഒരു പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറിപ്പോവുകയാണ്. വാപ്പ പറഞ്ഞു, മകനെ കണ്ടപ്പോ മകൻ അവിശ്വാസിയാണ്, മകനെ വിശ്വസിച്ചിട്ടില്ല. ആ മകൻ ഇപ്പോ ജലപ്രളയത്തിൽ മുങ്ങി നശിക്കുന്നത് സങ്കടത്തോടെ നോക്കി നിൽക്കണ്ടേ എന്നാലോചിച്ച് വാപ്പയായ പ്രവാചകനായ നൂഹ് നബി പ്രിയപ്പെട്ട മകനോട് പറഞ്ഞു, മോനെ, ഖാല യാ ബുനയ്യ. എത്ര സന്തോഷത്തോടെയുള്ള വിളിയാണ്, യാ ബുനയ്യ, എൻ്റെ പൊന്നുമോനെ, ഇർകം മഅനാ, ഞങ്ങളെ കൂടെ ഈ കപ്പലിൽ കയറിക്കൂടെ മോനെ. എന്തിനാണ് ഈ കപ്പലിൽ കയറാതെ ഈ ജലപ്രളയത്തിൽ മുങ്ങി നശിക്കുന്നത്? എന്തിനാണ്?
മഹാനായ സയ്യിദുനാ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ട മകനോട് വിളിച്ചു പറയുകയാണ്, കേണപേക്ഷിക്കുകയാണ്. അന്നേരം അഹങ്കാരിയായ ധിക്കാരിയായ ആ മകൻ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞ മറുപടി വിശുദ്ധ ഖുർആനിൽ അല്ലാഹു എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. ഇല്ല വാപ്പാ, നിങ്ങളുടെ കപ്പലിൽ കയറാൻ ഞാനില്ല. നിങ്ങളുടെ അല്ലാഹുവിൽ എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ അവന്റെ പ്രവാചകനാണെന്ന് വിശ്വസിക്കാനും എനിക്ക് മനസ്സില്ല. നിങ്ങളുടെ ഈ ജലപ്രളയത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ കഴിയും. ഈ കാണുന്ന പർവ്വതത്തിന്റെ മുകളിൽ കയറി ഞാൻ രക്ഷപ്പെടും ബാപ്പാ എന്ന് പറഞ്ഞു തീരേണ്ട താമസം ഫഹാല ബൈനഹുമൽ മൗജ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, അവർക്കിടയിൽ ഒരു തിരമാല വന്ന് മറയിടുകയാണ്. ബാപ്പയുടെയും മകന്റെയും ഇടയിൽ ഒരു തിരമാല വന്ന് മറയിടുകയാണ്. മകനാ ജലപ്രളയത്തിൽ മുങ്ങി നശിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വാപ്പ പ്രവാചകനായിരുന്നിട്ട് പോലും ആ മകൻ ഇത്ര വലിയ ധിക്കാരിയും അഹങ്കാരിയുമായി മാറാനുള്ള കാരണം ഞാൻ പറയുകയല്ല, മഹാന്മാരായ ഉലമാ പറയുകയാണ്. എന്തേ കാരണമെന്നറിയോ? ആ മകനെ വളർത്തിയ ഉമ്മ മോശക്കാരിയായിരുന്നു എന്നതുകൊണ്ടാണ്. ആ മകനെ വളർത്തിയ ഉമ്മ അവർ കാഫിറത്തായിരുന്നു. നൂഹ് നബിയെ ഒറ്റുകൊടുത്തവരായിരുന്നവർ. നൂഹ് നബിയെ ഒറ്റുകൊടുത്ത ഒറ്റുകാരിയായ ഭാര്യയായിരുന്നു അവർ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, ആ ഉമ്മ വളർത്തിയ മകൻ അതുപോലെ ധിക്കാരിയും അഹങ്കാരിയുമായി മാറിയത് എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരികയാണ്. പറഞ്ഞു വന്നത്, ഉമ്മ നന്നായാൽ മക്കൾ നന്നാവുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മക്കൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഉണ്ടാകാൻ പോകുന്ന മക്കൾക്ക് നല്ലൊരു ഉമ്മയെ തെരഞ്ഞെടുക്കുക എന്നതാണ്. അല്ലാഹു നമ്മുടെ സഹോദരിമാരെ, ഭാര്യമാരെ ഒക്കെ സ്വാലിഹാത്തുകളിൽ പെടുത്തട്ടെ. നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുക മക്കൾക്ക് വേണ്ടി. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, കല്യാണമെല്ലാം കഴിഞ്ഞ് പ്രായമായി മക്കൾക്ക് മക്കളായി അല്ലേ, ഞങ്ങളൊക്കെ ഉപ്പാപ്പന്മാരായി, ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്താ, ആലോചിച്ചിട്ട് ഇപ്പം എന്താ കാര്യം ഉസ്താദേ? ഏയ് ഇൻഷാ അല്ലാഹ് വേറെയും കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇപ്പോൾ ഇത് ആദ്യത്തേതാണ്. ആ കാര്യങ്ങൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉപകാരപ്പെടും. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീനൊന്നും ശക്തി പോരാട്ടാ. അങ്ങനെ ഒന്ന് പറഞ്ഞുകൂടെ? എത്ര സന്തോഷമാണത്. കുറേ ദൂരത്ത് നിന്ന് വന്നതാണ്. അപ്പോൾ നിങ്ങളെ കാണുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹ് വളരെ സന്തോഷമാണ്. അപ്പോൾ നിങ്ങൾ ഉറക്കെ ആമീന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. അൽഹംദുലില്ലാഹ് നല്ല സദസ്സാണിപ്പോൾ. തുടക്കത്തിൽ കാണുമ്പോൾ കുറച്ച് കസേര അവിടെ ഇവിടെ കൊഴിവുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശമൊക്കെ അൽഹംദുലില്ലാഹ് നല്ല റാഹത്തുള്ള സദസ്സാണ്. അള്ളാഹു കബൂൽ ചെയ്യട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. നാളെ ഇതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഇതുപോലെയുള്ള നന്മയുടെ സംഗമങ്ങൾ എവിടെ കണ്ടാലും ഉപയോഗപ്പെടുത്താൻ മറക്കരുതേ പ്രിയപ്പെട്ടവരെ. എന്തേ പറയാൻ കാരണമെന്നറിയോ? നാളെ നമ്മൾ ഈ ലോകത്തോട് വിട പറയുമ്പോ, ഒരു നാൾ നമ്മൾ ഈ ലോകത്തോട് വിട പറയുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാകാനിടയില്ലല്ലോ. ഒരു നാൾ നമ്മൾ ഈ ലോകത്തോട് വിട പറയും. പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിൽ നമ്മുടെ ജനാസ കൊണ്ടുവെക്കപ്പെടും ഒരു നാൾ. അങ്ങനെ നമ്മൾ ഈ ലോകത്തോട് വിട പറയുന്ന നേരത്ത് അവസാനമായി വിളിച്ചു പറയുമത്രേ, ഇതുപോലെയുള്ള നല്ല നല്ല സദസ്സുകളിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് മലക്കുകൾ വിളിച്ചു പറയുമെന്നാണ്. കൈഫ നുഫാരിഖുക യാ ഹബീബി, ഞങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാ, എങ്ങനെയാണ് നിന്നോട് ഞങ്ങൾ വിട പറയുന്നത്? എങ്ങനെയാണ്? കമ്മിൻ മജ്ലിസിൻ സാലിഹിൻ ഹളർതനാ, നീ എത്ര നല്ല നല്ല സദസ്സുകളിലാണ്, എത്ര നല്ല നല്ല സംഗമങ്ങളിലാണ് നീ ഞങ്ങളെ കൊണ്ടുപോയത്, നീ ഞങ്ങളെ പങ്കാളികളാക്കിയത്. അതുകൊണ്ട് നിന്നോട് വേർപിരിയാൻ ഞങ്ങൾക്ക് വല്ലാതെ പ്രയാസമുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ മാലാകമാർ വിളിച്ചു പറയുമെന്ന് ഉലമാ പഠിപ്പിക്കുകയാണ്. ആരോടാ പറയാ? നല്ല നല്ല സദസ്സുകളിൽ ഒരുമിച്ച് കൂടുന്നവരോട്.
അല്ലാഹു അങ്ങനെയുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽബുദൂർ ബൽ വ അശ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. ചൊല്ല് അസ്സലാത്തു അലൻ നബി. أبطحي والحبيب العربي أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമത്തെ കാര്യം അതാണ് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുക എന്നതാണ്. മഹാനായ അബുൽ അസ്വദ് ദുഅലി എന്ന ബഹുമാന്യനായ ഒരു പണ്ഡിതൻ, അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട മക്കളോടൊരു തവണ പറഞ്ഞു, മക്കളെ, ഖദ് അഹ്സൻതു ഇലൈക്കും സിഗാറൻ വകിബാറാ, ഞാൻ നിങ്ങളുടെ കുട്ടിക്കാലത്തും അതുപോലെ നിങ്ങളുടെ യൗവന സമയത്തും ഞാൻ നിങ്ങൾക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ട് ഞാൻ. അതുപോലെ വഖബല അൻ തൂലദൂ, നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പും ഞാൻ നിങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. മക്കൾ ചോദിച്ചു പ്രിയപ്പെട്ട പിതാവിനോട്, അല്ല വാപ്പാ, ഞങ്ങളുടെ കുട്ടിക്കാലത്തും യൗവന സമയത്തും അങ്ങ് ഞങ്ങൾക്ക് ഗുണം ചെയ്തിട്ടുണ്ട് എന്നത് ഞങ്ങൾക്ക് അനുഭവഭേദ്യമുള്ള കാര്യമാണ്, അതൊരു വസ്തുതയാണ്, ഞങ്ങൾ അനുഭവിച്ചിട്ടുള്ളതാണ്. പക്ഷേ വകൈഫ അഹ്സൻത ഇലൈനാ ഖബ്ല അൻ നൂലദ യാ അബാനാ, വാപ്പാ, ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ അങ്ങ് ഞങ്ങൾക്ക് ഗുണം ചെയ്തത് എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞു തന്നാലും. അപ്പോഴാണ് ബാപ്പ പറയുന്നത് പ്രിയപ്പെട്ട മക്കളോട്, ഞാൻ നിങ്ങൾക്ക് ഗുണം ചെയ്തത് എങ്ങനെയെന്നറിയോ? നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഖദ് അഹ്സൻതു ഇലൈ, ഞാൻ ഖദ് ഖതർതു ലക്കും മിനൽ ഉമ്മഹാത് മല്ലാ തുസബ്ബൂന ബിഹാ, ഒരിക്കലും നിങ്ങൾക്ക് മോശപ്പേരുണ്ടാക്കാത്ത, നിങ്ങൾക്ക് നല്ലത് മാത്രം പഠിപ്പിച്ചു തന്ന ഒരു നല്ല ഉമ്മയെ നിങ്ങൾക്ക് ഞാൻ തിരഞ്ഞെടുത്തു എന്നതാണ്. അതാണ് നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന ഗുണമെന്ന് അബുൽ അസ്വദ് ദുഅലി എന്നവർ തന്റെ പ്രിയപ്പെട്ട മക്കളോട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമതായി മഹാന്മാരായ ഉലമാ പറയുന്നത്, ഹലാലായ വരുമാന മാർഗമുണ്ടാവണം പ്രിയപ്പെട്ട മക്കളെ വളർത്താൻ. അവരെ കൊണ്ട് ഹറാം തീറ്റിക്കുന്നൊരവസ്ഥയുണ്ടാവരുത്. മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്, അല്ലെ? ഒരു ഹലാലായ വരുമാന മാർഗമുണ്ടാവണം. ബിസിനസ് ആവട്ടെ, അല്ലെങ്കിൽ ജോലിയാവട്ടെ, എന്താണെങ്കിലും നമ്മുടെ കയ്യിൽ വരുന്ന പണം അത് ഹലാലായ പണമാവണം. ദുനിയാവ് വേണമല്ലോ, ദുനിയാവ് വേണം. ദുനിയാവിന്റെ പിന്നാലെ മാത്രമായി മാറരുത് എന്നേ ഉള്ളൂ. ദുനിയാവിന്റെ പിന്നാലെ മാത്രമായി മാറരുത്. ദുനിയാവും വേണം, ആഖിറവും വേണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന എന്നാണ് ചോദിക്കാൻ നമ്മളോട് മുത്തുനബി തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ദുനിയാവ് വേണം, ഹലാലായ വരുമാന മാർഗമുണ്ടാവണം, ഹറാമായതാവരുത്. പ്രിയപ്പെട്ട മക്കളുടെ വയറ്റിലേക്ക് ഹറാം ചെല്ലരുത്. കുല്ലു ലഹ്മിൻ നബത മിനൽ ഹറാം ഫന്നാറു ഔലാ ബി, ഹറാം തിന്നു വളർന്ന എല്ലാ ഓരോ ശരീരവും ആ ശരീരം നരകത്തോട് ഏറ്റവും ബന്ധപ്പെട്ടതാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാം തിന്നു വളർന്ന ശരീരത്തിൽ നിന്ന് നരകത്തിൽ പ്രവേശിക്കുന്ന പ്രവർത്തനങ്ങളെ ഉണ്ടാവൂ എന്ന് പ്രിയപ്പെട്ടവരെ എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഹറാം തിന്നു വളർന്ന ശരീരങ്ങളിൽ നിന്ന് നരകത്തിൽ കിടക്കുന്ന പ്രവർത്തനങ്ങളെ ഉണ്ടാവൂ.
മക്കളെ ഹറാമ് തീറ്റിച്ചാൽ ആ മക്കളിൽ നിന്ന് അരുതായ്മകളും തെമ്മാടിത്തരങ്ങളും തോന്നിവാസങ്ങളും മാത്രമേ ഉണ്ടാകാനിടയുള്ളൂ. അതുകൊണ്ട് മക്കൾക്ക് ഹലാല് മാത്രമേ ഭക്ഷിപ്പിക്കാവൂ. ഹബീബ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനത്തെ പള്ളിയിൽ സദഖയുടെ ഈത്തപ്പഴം ഇങ്ങനെ വിതരണം ചെയ്യുകയാണ്. സക്കാത്തിന്റെ ഈത്തപ്പഴം അതിങ്ങനെ വിതരണം ചെയ്യുകയാണ്. ഹബീബായ നബി തങ്ങളുടെ പേരമകൻ മുത്തുനബി തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് ഹസൻ റളിയല്ലാഹു അൻഹു. ഈ ഈത്തപ്പഴ വിതരണമെല്ലാം കഴിഞ്ഞപ്പോൾ മുത്തുനബി തങ്ങൾ എഴുന്നേറ്റ് പേരമകനെ തന്റെ തോളിലേറ്റ് വീട്ടിലേക്ക് നടക്കുകയാണ്. അപ്പോഴാണ് മകന്റെ വായയിൽ നിന്ന്, പേരക്കുട്ടിയുടെ വായയിൽ നിന്ന് ഒരു തുള്ളി ഉമിനീർ ഹബീബിന്റെ ശരീരത്തിലേക്ക് ഉറ്റി വീണത്. നോക്കുമ്പോൾ ഈത്തപ്പഴം കലർന്ന ഉമിനീരാണത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ ആ ചെറിയ പേരക്കുട്ടിയുടെ വായയിലേക്ക് വിരൽ പ്രവേശിപ്പിക്കുകയാണ്. ആ പേരക്കുട്ടിയുടെ വായയിലേക്ക് വിരലിട്ട് ആ വായിലുള്ള ഈത്തപ്പഴം താഴേക്ക് വലിച്ചിടുകയാണ്. എന്നിട്ട് പറഞ്ഞു, അമാ അലിംത അന്നാ ലാ നഅകുലു സദഖ. മോനെ, നിനക്കറിയില്ലേ സദഖയുടെ മുതൽ തിന്നൽ നമ്മൾക്ക് അനുവദനീയമല്ലെന്ന്? സദഖയുടെ മുതൽ തിന്നാൻ എനിക്കും നിനക്കും പാടില്ലെന്നറിയില്ലേ എന്ന് ചോദിച്ച് ആ ചെറിയ പേരമകനെ ശകാരിച്ച നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്ര വലിയ കണിശതയോടെയാണ് മുത്തുനബി തങ്ങൾ ആ കാര്യം കണ്ടത്. മഹാന്മാരെല്ലാം അത്ര വലിയ സൂക്ഷ്മതയോടെയാണ് ഇത്തരം വിഷയങ്ങൾ കൈകാര്യം ചെയ്തത്, അല്ലെ? നമ്മുടെ വയറ്റിലേക്ക് ഹറാമായ ഭക്ഷണം പോകാതിരിക്കാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കണം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുന്ന മൂന്നാമത്തെ കാര്യം, മക്കൾ ഉണ്ടാകുന്നതിന് മുമ്പേ ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം വദ്ദുആ. നല്ല മക്കൾ ഉണ്ടാകാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുക എന്നതാണ്. സ്വാലിഹീങ്ങളായ സന്താന സൗഭാഗ്യമുണ്ടാവാൻ ഖാലിഖായ റബ്ബിനോട്, ജഗന്നിയന്താവിനോട് പ്രാർത്ഥന നിരതരാവുക. വല്ലദീന യഖൂലൂന റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫുർഖാനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വഇബാദുർ റഹ്മാൻ, റഹ്മാനായ റബ്ബിന്റെ അടിമകൾ ആരാണ് എന്ന് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. റഹ്മാനായ റബ്ബിന്റെ അടിമകളുടെ ഗുണഗണങ്ങൾ അല്ലാഹു എടുത്തു പറയുകയാണ്. ആ കൂട്ടത്തിൽ അല്ലാഹു പറഞ്ഞൊരു വചനം ഇങ്ങനെയാണ്, വല്ലദീന യഖൂലൂന, അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവർ അവരും റഹ്മാനായ റബ്ബിന്റെ അടിമകളാണ്. എന്താണ് അവർ ദുആ ചെയ്യുക? റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ, ഞങ്ങൾക്ക് നീ കണ്ണിന് കുളിർമയുള്ള ഭാര്യ മക്കളെ തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന പുരുഷന്മാർ, ഞങ്ങളുടെ കണ്ണിന് കുളിർമയുള്ള ഭർത്താവിനെയും മക്കളെയും തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്ന സ്ത്രീകൾ, ഇവരെല്ലാം റഹ്മാനായ റബ്ബിന്റെ അടിമകളാണ്. ഉണ്ടോ? അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നവർ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തരണേ, കണ്ണിന് കുളിർമ നൽകുന്ന മക്കളെ തരണേ എന്ന് ദുആ ചെയ്യുന്നവർ. അങ്ങനെയാ പറഞ്ഞത്. എന്താ ഈ കണ്ണിന് കുളിർമ നൽകുന്ന മക്കൾ എന്ന് പറഞ്ഞാരാ? ആരാ ഈ കണ്ണിന് കുളിർമ നൽകുന്ന മക്കൾ? എഞ്ചിനീയറായ മക്കൾ, അല്ലേ? എഞ്ചിനീയർ അല്ലേ? എന്താണ് മനുഷ്യന്മാരെ നിങ്ങൾ എൻ്റെ കൂടെ വരാത്തത്? ഡോക്ടർമാരായ മക്കൾ, എഞ്ചിനീയർമാരായ മക്കൾ, ലക്ഷങ്ങൾ ശമ്പളം വാങ്ങിക്കുന്ന വലിയ വലിയ ഉദ്യോഗാർത്ഥികളായ മക്കൾ, അതാണോ? അതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല കണ്ണിന് കുളിർമയുള്ള മക്കളെ തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നവർ എന്ന് പറഞ്ഞ ആ കണ്ണിന് കുളിർമയുള്ള മക്കൾ ആരാണെന്നറിയോ? മഹാനായ ഇമാം ഹസനുൽ ബസരി തങ്ങൾ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പറയുന്നുണ്ട്, കണ്ണിന് കുളിർമ നൽകുന്ന മക്കളെന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ
അനുസരിച്ച് വഴിപ്പെട്ട് ജീവിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, അള്ളാഹുവിന് ഇഷ്ടമാണോ ഞാൻ ഈ ചെയ്യുന്നത് എന്ന് ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ചിന്തിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ റബ്ബിന് ഇഷ്ടപ്പെടുമോ? ഞാൻ ഈ ചെയ്യുന്നത് എൻ്റെ റബ്ബിന് തൃപ്തിയാകുമോ? അങ്ങനെ അള്ളാഹനെ അനുസരിച്ച് ജീവിക്കുന്ന പ്രിയപ്പെട്ട മക്കൾ, അവരാണ് സത്യത്തിൽ കൺകുളിർമയുള്ള മക്കൾ എന്ന് പറയുന്നത്. അങ്ങനത്തെ മക്കളെ തരണേ അല്ലാ എന്ന് ദുആ ചെയ്യുന്നവർ അവർ റഹ്മാനായ റബ്ബിന്റെ അടിമകളാണ്. പ്രിയപ്പെട്ടവരെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് പ്രാർത്ഥനയാണ് മൂന്നാമത്തെ ഘടകമെന്ന് പറയുന്നത്. നല്ല മക്കൾ ഉണ്ടാവാൻ ചെറുപ്പത്തിലേ ദ്വാരക്കണം. ഈ ദുആ പതിവാക്കുന്നത് വളരെ നല്ലതാണ്. ഏതുവാ ഏതുവാ എന്നല്ലരും എൻ്റെ കൂടെ ദ്വാരുന്നത്? നിങ്ങൾക്ക് വിഷമമുണ്ടോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. വിവാഹിതരാകാൻ പോകുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളൊക്കെ ഈ പ്രാർത്ഥന പതിവാക്കിയാൽ സ്വാലിഹീങ്ങളായ നല്ല ഭർത്താക്കന്മാരെ കിട്ടും. യുവതികളെ, നല്ല ഭർത്താക്കന്മാരെ കിട്ടും നിങ്ങൾക്ക്. ചെറുപ്പക്കാരാ, നല്ല സ്വാലിഹാത്തുകളായ ഭാര്യമാരെ കിട്ടും. ഹയാ ഉള്ള, അച്ചടക്ക ബോധമുള്ള, അള്ളാനെ പേടിയുള്ള, മതബോധമുള്ള പെണ്ണിനെ കിട്ടും. അങ്ങനത്തെ പെൺകുട്ടികളൊക്കെ ഇന്നുണ്ടോ എന്ന് ചോദിക്കാനായിരിക്കും ചിലപ്പം തോന്നുക നിങ്ങൾക്കല്ലേ. അങ്ങനെയുള്ളതൊക്കെ ഇന്ന് ഉണ്ടാവുമോ എന്നുള്ളതാണ്. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തട്ടെ. സങ്കടകരമാണ്. ഞാൻ വിശാലമായ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഇതുപോലൊരു പൊതുവേദിയിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ അതുപോലും എടുത്ത് ട്രോളാൻ ആളുകളിങ്ങനെ ഒരുങ്ങി നിൽക്കുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അല്ലേ? എന്തെങ്കിലും നമ്മളൊന്ന് പറഞ്ഞു പോയാൽ അതിനുവേണ്ടി മാത്രം ഇങ്ങനെ സ്റ്റെതസ്കോപ്പ് വെച്ച് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഞാൻ ആളെ പേരൊന്നും പറയണില്ല. നിങ്ങൾ യൂട്യൂബൊക്കെ നോക്കുന്ന ആളുകളാണ്, നിങ്ങൾക്കൊക്കെ അറിയാം. സോഷ്യൽ മീഡിയയിൽ ചില ആളുകളുടെ പണി തന്നെ ഇതാണ്. ഉസ്താദന്മാരുടെ ലൈവുകൾ ഇങ്ങനെ പരിശോധിക്കുക, എന്നിട്ട് എന്തെങ്കിലും അതിൽ നിന്ന് കിട്ടുമോ എന്ന് നോക്കുക, എന്നിട്ട് അതിങ്ങനെ അടിച്ച് കാച്ച. കണ്ടില്ലേ, വിവരം കെട്ടവന്മാർ, തലേക്കെട്ടുകാർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും. ഭയങ്കര സുഖമാണ്. കാരണം അത്തരം ആളുകളുടെ വീഡിയോ ഒക്കെ നല്ല റീച്ചുമാണ്. അത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ആളുകൾക്കൊക്കെ പൊതുവേ താല്പര്യമാണ്. ഈ ഉസ്താദന്മാരെ പറയുമ്പോൾ ഒരുപാട് ആളുകൾക്ക് നല്ല റാഹത്താണ്, സന്തോഷമാണ്. അപ്പോൾ അവരെ സന്തോഷിപ്പിക്കാൻ ആയി നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കുറേ ഡോക്ടർമാരും അങ്ങനത്തെ കുറച്ച് മനുഷ്യന്മാരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ അള്ളാഹു നല്ല ബോധം കൊടുക്കട്ടെ, അല്ലേ? നമ്മൾ ആരും കുറ്റപ്പെടുത്തുന്നില്ല. അവർക്കൊക്കെ അള്ളാഹു, അവരൊക്കെ നവോത്ഥാന നായകരാണ് ഞാൻ എന്നൊക്കെയാണ് അവർ വിചാരിക്കുന്നത്. എന്ത് ഞാനാണ് ഇവിടെ സത്യം പറഞ്ഞാൽ ഇവിടെ ദീനിൻ്റെ നിയമങ്ങളൊക്കെ കൃത്യമായി പറയുന്ന ആൾ ഞാൻ എന്നാണ് അത്തരം ആളുകളുടെയൊക്കെ ധാരണ. അവരങ്ങനെയാണ് കരുതിയിട്ടുള്ളത്. അവർ വർത്താനം കേട്ടാൽ അത് കൃത്യമായി നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത്തരം ആളുകളൊക്കെ കിണറ്റിലെ തവളകളാണ് എന്നേ നമുക്ക് പറയാനുള്ളൂ. അള്ളാഹു അവർക്കൊക്കെ നല്ല ബോധം കൊടുക്കട്ടെ. ഒന്ന് ഉറക്കെ ആമീൻ പറയും മനുഷ്യന്മാരെ. അവർ നന്നായിക്കോട്ടെ, അവർ നന്നാവണം ആഗ്രഹമില്ലേ? നമ്മുടെ സഹോദരന്മാരെ നന്നാവണം എന്നല്ലേ നമ്മൾ ആഗ്രഹിക്കേണ്ടത്? അള്ളാഹു അവർക്കൊക്കെ നല്ല ബോധം കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ സങ്കടകരമാണ്. എൻ്റെ വാത് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, സഹോദരിമാരൊക്കെ ചിന്തിക്കണം. ഇപ്പം അടുത്ത് എൻ്റെ നാടിൻ്റെ പരിസരത്തൊരു ബേക്കലും കോട്ടെന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? കാസർഗോഡ് കേട്ടിട്ടില്ലേ? ഇല്ലേ? അവിടെ ഒരു ബേക്കൽ ഫെസ്റ്റ്, അങ്ങനത്തെ ഒരു പരിപാടി നടന്നു. ഒരു 10 ദിവസത്തെ പരിപാടി, ബേക്കൽ ഫെസ്റ്റ്. 10 ദിവസത്തെ പരിപാടി നടന്നു. 10 ലക്ഷം ആളുകളാണ് ആ പരിപാടിയിൽ വന്നുപോയത് എന്നാണ് കണക്ക്. 10 ലക്ഷം പേർ, അല്ലോ അതിലേറെയോ? ഇന്നലെ അതിൻ്റെ ഒരു കണക്കൊക്കെ ഉണ്ടായിരുന്നു. വന്നവരിൽ ഭൂരിഭാഗവും ആരാണ്? നമ്മുടെ പർദ്ദയിട്ട ഉമ്മമാരാണ്. രാത്രി 1 മണിക്കും 12 മണിക്കൊക്കെ വയൽ കഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ സുബ്ഹാനല്ലാഹ് ഒരുപാട് ഉമ്മമാരിങ്ങനെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ്. കിലോമീറ്ററുകൾ നടന്നിട്ടാണ്, അപ്പുറത്ത് വാഹനം വെച്ചിട്ടാണ് നടന്നു വന്നിട്ടുള്ളത്. അപ്പം ഇങ്ങനെ നടക്കുകയാണ് കൈക്കുഞ്ഞുങ്ങളുമായിട്ട്. എന്തിനാ? ഈ ഇതിൻ്റെ ബർക്കത്തെടുക്കാൻ വന്നതാണ്. സുബ്ഹാനല്ലാഹ്, സങ്കടകരമാണ്. ഹയാ എന്ന് പറയുന്നൊരു സംഗതി നഷ്ടപ്പെട്ടു പോകും. അത് അന്ത്യനാളിൻ്റെ അടയാളമാണെന്ന് മുഹമ്മദ് മുസ്തഫ. യുർഫഉൽ ഹയാ, ഹയാ ഉയർത്തപ്പെടും. അത് അന്ത്യനാളിൻ്റെ, അവസാന നാളിൻ്റെ അടയാളമാണ്. ഞാനീ പറയുന്നത് ഇതൊക്കെ ലോകത്തിൻ്റെ അവസാനത്തിൻ്റെ അടയാളങ്ങളെ കൂട്ടത്തിൽ ഇതൊക്കെ ഉള്ളതാണ്. ഈ എന്താണ്, ഹയാ നഷ്ടപ്പെടും. പല അടയാളങ്ങളുണ്ട്. ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കിടക്കാൻ എൻ്റെ വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല.
അപ്പോൾ സ്വാഭാവികമായി നമ്മൾ ചിന്തിക്കും ഇതൊക്കെ അന്ത്യനാളിൻ്റെ അടയാളങ്ങളാണ്, പിന്നെ അതൊക്കെ അങ്ങനെ നടക്കുമല്ലോ, പിന്നെ നമ്മളിത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന്. അങ്ങനെയല്ല, നമ്മൾ ആ കൂട്ടത്തിൽ പെടാതിരിക്കാനുള്ള ഒരു ജാഗ്രത, അതിനാണ് ഈ പറയുന്നത്. അതിൻ്റെ അടയാളങ്ങൾ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ടാവും, നമ്മളതിൻ്റെ അടയാളങ്ങളാകാതിരിക്കാനുള്ള ഒരു ജാഗ്രത. ഹയാഓടുകൂടെ പ്രിയപ്പെട്ട മക്കളെ വളർത്താൻ ഉമ്മമാരെ നിങ്ങൾക്കാവണം. ദയവ് ചെയ്ത് ഞാൻ പറയാണ്, ഹയാ നഷ്ടപ്പെട്ട ഒരു സമൂഹമായി നമ്മുടെ പെൺകുട്ടികൾ മാറരുത്. ഹയാ വളരെ പ്രധാനമാണ്. ഹയാ അൽ ഹയാഉ ശുഅബത്തും മിനൽ ഈമാൻ. ഈമാൻ എന്ന് പറയുന്നത് 70 ചില്ലാനമാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഹയാ, നാണം, ലജ്ജ എന്ന് പറയുന്നത്. ലജ്ജയില്ലാത്തൊരു സമൂഹമായി നമ്മൾ മാറരുത്. അല്ലേ? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ, നമ്മളൊക്കെ സ്വാലിഹാത്തുകളിൽ പെടുത്തട്ടെ, നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ സഹോദരിമാരെയൊക്കെ. എന്താണ്, ഞാൻ ആ വിഷയത്തിലേക്കൊന്നും കടക്കുന്നില്ല. എന്താ ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലേ, ഒക്കെ ഇവിടെ പറഞ്ഞു പോയ വിഷയങ്ങളായിരിക്കാം, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ വായിൽ പറയാൻ കൊള്ളാത്ത പദപ്രയോഗങ്ങളൊക്കെയാണ്. ജെൻഡർ ന്യൂട്രാലിറ്റി അല്ലെ, ജെൻഡർ ന്യൂട്രാലിറ്റി. ഇപ്പം നിലവിലുള്ള ഹയാഇനെയും കൂടി എടുത്തു കളയാനുള്ള ഓരോരോ പദ്ധതികളാണ് ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ എന്ന് ദുആ ചെയ്ത് നിസ്സഹായരായി നോക്കി നിൽക്കുകയല്ലാതെ നമുക്കൊന്നും ചെയ്യാനാവില്ല. നമ്മളിങ്ങനെ കാര്യങ്ങൾ പറയാം, നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ ഓരോരുത്തർക്കും നല്ലത്, അത്രയേ പറയുന്നുള്ളൂ. പിന്നെ ആരെയും അടിച്ച് ഇതാക്കാനുള്ള, പരുവത്തിലാക്കാനുള്ള കാര്യങ്ങളൊന്നും നമുക്കില്ല ചെയ്യാൻ. നമുക്ക് പറയാം വിഷയങ്ങൾ. ഫദക്കിർ ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ. ഏതെങ്കിലും ഒരാൾക്ക് ഈ പറയുന്ന വിഷയം കൊണ്ട് ഏതെങ്കിലും ഒരാൾ, ഒരുപാട് പ്രതീക്ഷയൊന്നുമില്ല, ഏതെങ്കിലും ഒരാൾ നന്മയുടെ പക്ഷത്ത് നിലയുറപ്പിച്ചാൽ ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദാ. അലിയാര് തങ്ങളെ, നിങ്ങളെ കാരണം ഒരാൾ നന്നായാൽ അത് നിങ്ങൾക്ക് ഖൈറാണ്. ഈ മഹാപ്രപഞ്ചത്തെക്കാളും ഈ പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെക്കാളും അത് നിങ്ങൾക്ക് ഖൈറാണെന്ന് പഠിപ്പിച്ച നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ വാക്കുകൾ ശിരസാവഹിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ഏതെങ്കിലും ഒരാൾക്ക് ഈ പറച്ചിലുകൊണ്ട്, ഈ 5 ദിവസത്തെ മതപരിവിജ്ഞാന സദസ്സുകൊണ്ട് ഏതെങ്കിലും ഒരാൾക്ക് ഉപകാരമുണ്ടായാൽ, ഏതെങ്കിലും ഒരാൾക്ക് ബോധം വന്നാൽ, സംഘടിപ്പിച്ച സംഘാടകർ രക്ഷപ്പെട്ടു, പറഞ്ഞ ഞങ്ങൾ രക്ഷപ്പെട്ടു. ഈ സദസ്സ് സംഘടിപ്പിക്കലുടെ ഒരുപാട് പുണ്യം നമുക്ക് നേടാനായി എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബക്കറ്റുമായിട്ട് വരുന്നുണ്ട് പ്രിയപ്പെട്ട സംഘാടകർ. പ്രിയപ്പെട്ടവരെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും ബക്കറ്റിൽ നല്ല ഒരു സംഖ്യ നിക്ഷേപിക്കണം. ഇത് നാളേക്കുള്ളതാണ്, നിങ്ങളോട് പറഞ്ഞേണ്ട കാര്യമില്ലല്ലോ. നാളേക്ക് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് പരലോകത്തേക്കുള്ളതാണ്. അതൊരിക്കലും നഷ്ടമാകാത്ത അക്കൗണ്ടാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നല്ല ഒരു സംഖ്യ ആ ബക്കറ്റുകളിൽ നിക്ഷേപിക്കുക. നിങ്ങൾക്കൊരു കവറും നൽകപ്പെടും. കവറിപ്പ് കൊടുക്കുന്നില്ലേ? സ്ത്രീകൾക്ക് കാവ നൽകുന്നുണ്ട്. ആ കാവ കുടിച്ച സഹോദരിമാർ ശ്രദ്ധിക്കുക. പിന്നെ കടല അതൊക്കെ അതുണ്ടല്ലേ, വേസ്റ്റ് ബക്കറ്റ് അവിടെ വെച്ചിട്ടുണ്ടോ? വോളണ്ടിയേഴ്സ് ഉണ്ട്, അവരെ കയ്യിൽ തന്നെ കൊടുത്താൽ മതി. ഇനി നിങ്ങളുടെ കയ്യിലുള്ള പൈസ അതിൻ്റെ ഉള്ളിലിടേണ്ട, ബക്കറ്റ് വേറെ വരും. ആ ബക്കറ്റിലാണ് പൈസ ഇടേണ്ടത്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ശ്രദ്ധിക്കുക. നല്ല സംഖ്യ ഇൻഷാ അല്ലാഹ്. ഇനി 10 രൂപ തന്നെ കൊണ്ടുവരുള്ളൂ. വയലിൻ്റെ മജ്‌ലിസിലേക്ക് വരുമ്പോൾ 10 രൂപയെ കൊണ്ടുവരുള്ളൂ. അതാണ് ഭയങ്കര സങ്കടം. ഇവിടെ അങ്ങനെയല്ലല്ലോ, ആണോ? പൊതുവേ വയലിൻ്റെ മജ്‌ലിസിൽ ഒരുപാട് മാറ്റം സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഞാൻ എപ്പോഴും വയലിൽ പറയാറുള്ളതാണ്. ഒരുപാട് ലൈവിൽ കാണുന്നവർക്കറിയാം. അതിൽ ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വന്നിട്ടുണ്ട്. മാറ്റം വരാത്ത 1-2 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് ഇതാണ്. ഏതാ? വയലിൻ്റെ മജ്‌ലിസിൽ ബക്കറ്റ് കൊണ്ടുപോയാൽ 1990 കൊടുത്തതും 10 രൂപയാണ്. ഇപ്പോൾ 2022 കഴിഞ്ഞാൽ 23 അല്ലേ, 2023 ഇപ്പോഴും കൊടുക്കുന്നത് 10 രൂപ തന്നെയാണ്. അതിലൊരു മാറ്റം എന്താണെന്നറിയില്ല. പിന്നെയും മാറ്റമില്ലാത്ത വേറെ 1-2 കാര്യങ്ങളുണ്ട്. തൽക്കാലം ഞാനിപ്പോൾ ഇത് പറയണില്ല, ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ പറയാം. ഇപ്പോൾ വിഷയം അതാണ്. വയലിൻ്റെ മജ്‌ലിസിൽ കൊണ്ടുവന്ന ബക്കറ്റിൽ ഇപ്പോൾ സഹോദരിമാരൊക്കെ 10 രൂപയെ കൊടുത്തിട്ടുണ്ടാവുള്ളൂ. നിങ്ങൾ ഈ സദസ്സിനെ പറ്റി പറയല്ലോ, നിങ്ങളൊക്കെ നല്ല ഒരുപാട് സദഖ ചെയ്യുന്നവരാണ് എന്ന് വിശ്വസിക്കാനാണ് എനിക്ക് ആഗ്രഹം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ ഉറക്കെ പറഞ്ഞാൽ പറയാൻ പേടിയാണ്. അങ്ങനെ സ്വീകരിക്കപ്പെട്ട കുറേ കൊടുക്കേണ്ടി വരുമല്ലോ എന്നല്ലേ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.
ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഉമ്മമാർ നിങ്ങളുടെ അടുക്കിലേക്ക് ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ ഒക്കെ നല്ലപോലെ സഹായിക്കുക, സഹകരിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. എന്താ ഞാൻ പറഞ്ഞു വന്ന വിഷയം? പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എന്താ ഞാൻ പറഞ്ഞു വന്ന വിഷയം? അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. നിങ്ങൾ മറന്നോ? പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിലെ കേട്ട് ഇതിലെ ഒഴിവാക്കുന്ന പറയും. ഇന്നിപ്പോൾ ഇതിലെ കേട്ട് അതിലൂടെ തന്നെ ഇതിലേയും കൂടി കടത്തി വിടാറില്ല, അങ്ങനെ ഒരു പറയാറുണ്ട്. ഇൻഷാ അല്ലാഹ് നല്ലത് കേൾക്കാനും പറയാനും അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ഒരു രണ്ടുപേരെയും കൂടെ. ബാലഗൽ മുദ്ദാഹു ഫി ഔസാഫിഹി ഫമാ ബലഗ ബാലിഗും മിഅ്ശാറ മാ ഊതി ബിമാ ഫിൽ ബാലി ബാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് താഹ ഖൽബി മുദ് അതൈതു വാദിയൻ ഖാഫമാ താബഅൻ വിദാദി ത്വാഹ താലിയല്ലി താലി ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. മൂന്നാമതായി ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, നല്ല സ്വാലിഹീങ്ങളായ മക്കളെ തരാൻ ഖാലിഖായ റബ്ബിനോട് ദുആ ചെയ്യുക എന്നതാണ്. നാലാമതായി മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, സന്താന സംസ്കരണത്തിന്റെ ഒന്നാമത്തെ ഘട്ടം, അതിന്റെ നാലാമത്തെ കാര്യം, മക്കളുണ്ടാകുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നാലാമത്തേത്, പ്രിയപ്പെട്ടവരെ, സംസർഗ മര്യാദകൾ പാലിക്കുക എന്നതാണ്. സംസർഗ മര്യാദകൾ പാലിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഇണചേരുന്ന നേരത്തു പോലും ഖാലിഖായ റബ്ബിന്റെ സ്മരണയിലാവണം എന്നർത്ഥം. അവിടെ പോലും നമ്മൾ ചില മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. മുഹമ്മദ് മുസ്തഫ, നമ്മൾ മുഅ്മിനീങ്ങളാണ്, നമുക്ക് എല്ലാത്തിനും ഒരു മാർഗരേഖയുണ്ട്, എല്ലാ കാര്യങ്ങൾക്കും, അല്ലേ? ഒരു മാർഗരേഖയുള്ളവരാണ്. എങ്ങനെയെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നത് പോലെ എങ്ങനെയെങ്കിലും ചെയ്താൽ പോരാ, അതിനൊക്കെ ഒരു രൂപരേഖയുണ്ട്. അതുപോലെ ചെയ്താലേ കൂലി കിട്ടുള്ളൂ. അത് നമ്മൾ ചെയ്യണം. അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യാനാണ്, അല്ലേ? സുന്നത്തായ അത് സുന്നത്തല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ തള്ളി മാറ്റരുത്. അത് നമ്മൾ ചെയ്യാനുള്ളതാണ്. ഒരുപാട് ദിക്റുകൾ ചൊല്ലാനുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ദിക്റാണിത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാൻ. അല്ലാഹുവേ, നീ ഞങ്ങളെ തൊട്ട് പിശാചിനെ അകറ്റണമേ അല്ലാഹ്. വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തനാ. നീ ഞങ്ങൾക്ക് നൽകാൻ പോകുന്ന സന്താനങ്ങളെ തൊട്ടും സന്താനത്തെ തൊട്ടും പിശാചിനെ നീ അകറ്റണമേ അല്ലാഹ് എന്ന് ദുആ ചെയ്താൽ ഖുളിയ ബൈനഹുമാ വലദുൽ ലം യളുറഹു ശൈത്വാനുൻ അബദാ. ആ ഇണചേരലിൽ അവർക്കൊരു കുട്ടിയെ അല്ലാഹു കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ, പിശാചിന്റെ സ്പർശനം, പിശാചിന്റെ ഉപദ്രവം ഏൽക്കാത്ത കുട്ടിയായിരിക്കും അത് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മര്യാദകൾ പാലിക്കേണ്ടതുണ്ട്. വൈവാഹികമായ ഒരുപാട് മര്യാദകൾ ശ്രദ്ധിക്കാനുണ്ട് മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഒരുപാട് വിവാഹം സമൂഹത്തിൽ നടക്കുന്നുണ്ട് നമ്മളിൽ. അതേപോലെ മറ്റൊരു ഭാഗത്ത് വിവാഹമോചനങ്ങളും ധാരാളമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. വിവാഹം പോലെ വിവാഹമോചനങ്ങളും യഥേഷ്ടം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് കാര്യം? പ്രിയപ്പെട്ടവരെ, ആർക്കും പരസ്പരം പൊരുത്തപ്പെട്ടു പോവാൻ പറ്റാത്തൊരു സാഹചര്യം. ഞാൻ വിചാരിച്ചതുപോലെയല്ല, എനിക്ക് അവന്റെ കൂടെ ഇനി ഒരിക്കലും താമസമില്ല. ഉമ്മാ, അവളുടെ കൂടെ ഒരിക്കലും ഇനി എനിക്ക് മുന്നോട്ട് പോകാനാവില്ല ഉമ്മ എന്ന് പറയുന്ന ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും നമ്മുടെ നിത്യ കാഴ്ചയായി മാറുകയാണ്. സത്യം പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, ഒരളവ് വരെ ദാമ്പത്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ധാരണ ഇല്ല എന്നതാണ് അതിൻ്റെ കാരണം.
വൈവാഹിക ബന്ധത്തെക്കുറിച്ച് അറിയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും നല്ല ജംഇയ്യത്തുൽ ഉലമയുടെ കീഴിലുള്ള സുന്നി മഹല്ല് ഫെഡറേഷന്റെ കീഴിൽ ഒരുപാട് മഹല്ലത്തുകളിൽ നിന്ന് പ്രീമാരിറ്റൽ കോഴ്സ് പോലെയുള്ള കോഴ്സുകൾ നടന്നു വരുന്നുണ്ട്. വിവാഹിതരാകുന്നതിന് മുമ്പേ വൈവാഹിക ജീവിതത്തെക്കുറിച്ചുള്ളൊരു ധാരണ ചെറുപ്പക്കാരിലും ചെറുപ്പക്കാരികളിലും ഉണ്ടാക്കി കൊടുക്കുന്ന പ്രീമാരിറ്റൽ കോഴ്സ് വളരെ നല്ല റിസൾട്ടാണ് പല മഹല്ലത്തുകളിലും ഉള്ളത്. വളരെ നല്ല റിസൾട്ടാണ്. ഈ കോഴ്സ് പൂർത്തിയാക്കിയ ആളുകൾക്ക് മഹല്ലെന്ന് വിവാഹ രജിസ്റ്ററിൽ ഒപ്പിട്ട് കൊടുക്കുകയുള്ളൂ. അങ്ങനെ ഒരു നിയമമുള്ള ഒരുപാട് മഹല്ലത്തുകളിൽ പ്രഭാഷണത്തിന് പോയിട്ടുണ്ട് ഈ വിനീതൻ. അതുകൊണ്ടാണ് പറയുന്നത് വളരെ നല്ല റിസൾട്ടാണ്. നമ്മുടെ മഹല്ലത്തുകളിലൊക്കെ അത് കൊണ്ടുവരണം. നമ്മുടെ യുവാക്കൾ അതിനെക്കുറിച്ച് പഠിക്കണം. കുറേ കാലം പഠിക്കാനൊന്നുമില്ല, ചെറിയ കോഴ്സാണ്, കുറച്ച് മണിക്കൂറുകൾ ഉള്ള ക്ലാസ്സുകളാണ്. അത് 2 3 ആഴ്ച 4 ആഴ്ചയൊക്കെ എടുത്തുകൊണ്ട് ക്ലാസ്സുകൾ പൂർത്തീകരിക്കപ്പെടും. വളരെ നല്ല റിസൾട്ടാണ്. എങ്ങനെ ഒരു ഭർത്താവിനോട് ഇടപഴകണം, എങ്ങനെയാണ് ഭാര്യമാരോടുള്ള ഇടപെടലുകൾ വേണ്ടത് എന്ന് വളരെ കൃത്യമായി ആ ക്ലാസ്സുകളിൽ പഠിപ്പിക്കപ്പെടുകയാണ്. ഉത്തരവിധങ്ങൾ എന്താണ് പഠിപ്പിച്ചത്, അത്തരം വിഷയങ്ങളെല്ലാം. അതേപോലെ ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്നത് ഹറാമുകളുടെ അകമ്പടിയോടുകൂടെയാണ്. ഒരുപാട് ചെറുപ്പക്കാർ കല്യാണത്തിന് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളും തോന്നിവാസങ്ങളും ഈ മലപ്പുറം ജില്ലയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ നാടിൻ്റെ പരിസരങ്ങളിലൊക്കെ അത് ഇവിടെ ഒന്നുമില്ലല്ലേ? ഇല്ല എന്ന് പറയുമ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക്? അതാണ് ഉസ്താദ് പറഞ്ഞു. 10-22 കൊല്ലം ഈ നാടിന് നേതൃത്വം നൽകി കൊണ്ടിരിക്കുന്ന ഉസ്താദാണ്. അപ്പോൾ പിന്നെ ഈ നാടിൻ്റെ നാഡീ സ്പന്ദനങ്ങളൊക്കെ അറിയാലോ. കല്യാണങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് അനാചാരങ്ങൾ, തോന്നിവാസങ്ങൾ. സുബ്ഹാനല്ലാഹ്. കഴിഞ്ഞ ജുമുഅക്ക് വെള്ളിയാഴ്ച ദിവസം ശക്തമായ ഭാഷയിൽ വഅദ് പറയേണ്ടി വന്നു. തൊട്ട് മുമ്പത്തെ ദിവസം സത്യം പറഞ്ഞ ഈ കല്യാണത്തിന് പോകാൻ തന്നെ മടിയാണ് ചില കല്യാണങ്ങളിലേക്ക്. വളരെ സങ്കടകരം. കാര്യമായിട്ട് നമ്മൾ ക്ഷണിച്ചു കൊണ്ടുപോയിട്ട് പച്ച തോന്നിവാസം അവിടെ കാണുമ്പോൾ എന്താ ചെയ്യുക? എന്തൊരു സങ്കടകരമാണ്. തൊട്ടു മുമ്പത്തെ വ്യാഴാഴ്ച നടന്ന ഒരു കല്യാണത്തിൽ എന്താ പറയുക, പാട്ടും ഡാൻസും. സുബ്ഹാനല്ലാഹ്. സത്യം പറയാൻ പാട്ടുകാരികളെ നർത്തകിമാരെ വെച്ചുകൊണ്ടുള്ള പച്ചക്കുള്ള ഡാൻസ്. എവിടെ? പൊതു സ്റ്റേജിൽ, ഇതുപോലെ ആയിരക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടിയ സ്റ്റേജിൽ. എങ്ങനെ നമ്മൾ ഇത്തരം കല്യാണങ്ങളിലേക്ക് പോകും? അവിടെ നടക്കുന്ന ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ പള്ളിയിൽ നമ്മൾ പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്ഥാനത്തിരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? വേറെ വല്ല പണിക്കും പോയിക്കൂടെ? പച്ചക്ക് വെള്ളിയാഴ്ച പറയേണ്ടി വന്നു. ആ മനുഷ്യന് വലിയ സങ്കടമായി, അങ്ങനെ വലിയ വിഷമമൊക്കെ ആയി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് പറയേണ്ട വിഷയങ്ങൾ ഇതാരെപ്പറ്റിയും പറയുന്നല്ലോ, പൊതുവിൽ പറയേണ്ടി വരികയാണ്. വളരെ സങ്കടകരം. ഞാൻ കൂടുതലായി അത് പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലൂടെയാവണം ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത്. അതിൽ ബർക്കത്തുണ്ടാവും, അതിൽ സന്തോഷമുണ്ടാവും. ആ കുടുംബജീവിതത്തിൽ, ആ ദാമ്പത്യത്തിൽ സമാധാനമുണ്ടാകും. ഖുർആൻ പഠിപ്പിച്ച ദാമ്പത്യം സമാധാനമുള്ള ദാമ്പത്യമാണ്. ഇന്നത്തെ ദാമ്പത്യ ബന്ധങ്ങളിൽ സമാധാനമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ഖുർആൻ പറഞ്ഞെന്താ? എന്തിനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് ഇണകളെ സമ്മാനിച്ചതെന്തിനാണ്? ലിതസ്കുനു ഇലൈഹാ, അവളിലൂടെ നിങ്ങൾക്ക് സമാധാനമുണ്ടാകാൻ, നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷമുണ്ടാകാൻ. അതിനാണ് അല്ലാഹു നിങ്ങൾക്ക് ഇണകളെ സംവിധാനിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയാൻ. അപ്പൊ ഖുർആൻ പറഞ്ഞ ദാമ്പത്യം എന്ന് പറയുന്നത് ഏതാ? അത് സമാധാനമുള്ള ദാമ്പത്യം, അല്ലാതെ ഉള്ള സമാധാനവും കൂടി ഇല്ലാതെയാവാനുള്ളതല്ല ദാമ്പത്യം എന്ന് പറയുന്നത്. ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെടാനുള്ളതല്ല ദാമ്പത്യം. കുറേ ദാമ്പത്യം അതാണ്. ഉള്ള സമാധാനം കൂടി നഷ്ടപ്പെട്ടല്ലോ പഠിച്ചവനെ കല്യാണം കഴിച്ചിട്ട് എന്തൊരു റാഹത്താണ് കല്യാണത്തിന് മുമ്പുള്ള ജീവിതം എന്ന് ചെറുപ്പക്കാരെ ചിന്തിക്കുകയാണ്. എന്താണ് കാരണം? അവന്റെ ദാമ്പത്യം ഖുർആൻ പറഞ്ഞ ദാമ്പത്യമായിട്ടില്ല. ഖുർആൻ പറഞ്ഞ ദാമ്പത്യം അത് സമാധാനപൂർണമായ ദാമ്പത്യമാണ്. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളെയൊക്കെ കുടുംബ ജീവിതങ്ങളിൽ നീ സമാധാനവും സന്തോഷവും നിലനിർത്തി തരണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഇതാണ് മക്കൾ ഉണ്ടാകാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു.
പ്രധാനമായും 4 കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, പ്രിയപ്പെട്ടവരെ, നമ്മൾക്കുണ്ടാകാൻ പോകുന്ന മക്കൾക്ക് നല്ലൊരു ഉമ്മയെ തിരഞ്ഞെടുക്കുക. മറ്റൊന്ന്, ഹലാലായ വരുമാന മാർഗമുണ്ടാവുക മക്കളെ വളർത്താൻ. മൂന്നാമത്തെ കാര്യം, നല്ല മക്കളാവാൻ, കണ്ണിന് കുളിർമയുള്ള മക്കളാവാൻ ഖാലിഖായ റബ്ബിനോട് നിരന്തരം ദുആ ചെയ്യുക. നാലാമത്തെ കാര്യം, സംസർഗ മര്യാദകൾ പാലിക്കുക. ഇണചേരുമ്പോൾ പാലിക്കേണ്ട ദിക്റുകൾ ചൊല്ലുക. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇനി രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് കടന്നാൽ, അഥവാ മക്കൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മക്കൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് രണ്ടാമത്തേത്. അതിലും ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ മഹാന്മാരായ ഉലമാ പറയാണ്. ഒന്ന്, പ്രിയപ്പെട്ടവരെ, കുട്ടികൾ ഉണ്ടായ ഉടനെ ബാങ്കും ഇഖാമത്തും വിളിക്കുക എന്ന് പറയുന്ന സുന്നത്ത് അത് വളരെ പ്രധാനമാണ്. അത് പൊതുവേ നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പോഴും അത് ഔട്ട് ഓഫ് ഫാഷനായിട്ട് ആരും ഒഴിവാക്കാറില്ല എന്നുള്ളതൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ. അതെല്ലാവരും ചൊല്ലാറുണ്ട് ഇല്ലേ. ബാങ്കും ഇഖാമത്തും വിളിക്കാറുണ്ട് അല്ലേ. എല്ലാവരും വിളിക്കും ബാങ്കും ഇഖാമത്തും. ഉമ്മയുടെ ഉദരത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് പിറന്നു വീണ കുട്ടിയുടെ കർണപുടം തുറക്കപ്പെടുന്നത് ആദ്യത്തെ ശബ്ദം അതിൽ പതിക്കുന്നതോടെയാണ്. ആദ്യത്തെ ശബ്ദം പതിക്കുന്നതോടെയാണ് ഈ കർണപുടം തുറക്കപ്പെടുക. അപ്പൊ എന്തിനാ ബാങ്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചാൽ, ആ കുട്ടിയുടെ കർണപുടം തുറക്കപ്പെടേണ്ടത് അല്ലാഹ് എന്ന പേര് കേട്ടുകൊണ്ടാവണം. അല്ലാഹ് എന്ന പേര് കേട്ടുകൊണ്ടാവണം അല്ലേ. അതിനാ ബാങ്ക് കൊടുക്കുന്നത്. സത്യം പറഞ്ഞാൽ, ഇഫ്തഹു അലാ സുബിയാനികും അവ്വല കലിമ ബിലാ ഇലാഹ ഇല്ലല്ലാഹ്. അങ്ങനെ ഒരു ഹദീസിൽ കാണാം, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾക്ക് അള്ളാഹുവിനെ പറഞ്ഞു കൊടുത്തുകൊണ്ടാവണം അവരുടെ കർണപുടങ്ങൾ തുറക്കപ്പെടേണ്ടത്. വലഖിനൂഹും ഇൻദൽ മൗതി ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവർ നാളെ 10-60 വർഷക്കാലം അല്ലെങ്കിൽ അതിലേറെ, അതിൽ കൂടുതലോ അതിൽ താഴെയോ വർഷം ഈ ഭൂമി ലോകത്ത് ജീവിച്ച് നാളെ ഈ ലോകത്തോട് വിട പറയാൻ നേരത്ത് അവരുടെ അരികിലിരുന്ന് നിങ്ങൾ ചൊല്ലിക്കൊടുക്കേണ്ടതും ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ടോ, എത്ര മനോഹരമായ ആശയമാണിത്. ഭൂമിയിലേക്ക് കടന്നു വരുമ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം. ഭൂമിയിൽ നിന്ന് വിട പറയുമ്പോഴും അരികിലിരുന്ന് നിങ്ങൾ ചൊല്ലിക്കൊടുക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് തന്നെയാണ്. ഉണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതുകൊണ്ട് അതാണ് ബാങ്കും ഇഖാമത്തും എന്ന് പറയുന്നത്. ബാങ്ക് ഇഖാമത്ത് വിളിക്കണം, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. മാത്രമല്ല, മഹാന്മാരായ ഉലമാ അവിടെ പഠിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയുണ്ട്. പ്രിയപ്പെട്ടവരെ, ബാങ്ക് ഇഖാമത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള സമയമാണ് ഈ മഹാപ്രപഞ്ചത്തിലെ ജീവിത കാലയളവ് എന്നതിലേക്കൊരു സൂചനയാണത്. ഭൂമിയിലേക്ക് കടന്നു വരുമ്പോ പ്രിയപ്പെട്ടവരെ, അവന്റെ ചെവിയിൽ, ആ കുട്ടിയുടെ ചെവിയിൽ ബാങ്കും ഇഖാമത്തും വിളിക്കപ്പെടുന്നുണ്ട്. അതിനുശേഷം അവിടെ ഒരു നമസ്കാരം നടക്കുന്നില്ല അല്ലെ. ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കാൻ പറയുന്നുണ്ടോ? ഇല്ല. എപ്പോഴാണ് പിന്നെ നിസ്കാരം നടക്കുന്നത്? ഒരു 50-60 കൊല്ലം അവൻ ജീവിച്ച് ഈ ലോകത്തോട് വിട പറയുമ്പോ അവന്റെ ജനാസ കുടുംബക്കാര്, ബന്ധുമിത്രാദികളൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുവന്ന് ആ ജനാസ അവിടെ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ പള്ളിയിലെ ഉസ്താദ് മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്നില്ല, ഇഖാമത്ത് വിളിക്കുന്നില്ല, നേരെ നമസ്കാരത്തിലേക്ക് കടക്കുകയാണ്. ബാങ്കും ഇഖാമത്തും നേരത്തെ വിളിക്കപ്പെട്ട് കഴിഞ്ഞു. ബാങ്ക് ഇഖാമത്തിന്റെയും നിസ്കാരത്തിന്റെയും ഇടയിലുള്ള വളരെ ചുരുങ്ങിയ കാലമാണ് ഈ ഭൂമുഖത്ത് ജീവിക്കുന്നത് എന്നതിലേക്കുള്ളൊരു സൂചനയാണത് എന്ന് മഹാന്മാരായ ഉലമാ പഠിപ്പിക്കുകയാണ്. എന്തോ ആകട്ടെ, പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ബാങ്കും ഇഖാമത്തും വിളിക്കുക എന്നതാണ്. അതുപോലെ രണ്ടാമതായി സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് തുടങ്ങുന്ന വളരെ ചെറിയ സൂറത്ത് കുട്ടിയുടെ വലത് ചെവിയിൽ പാരായണം ചെയ്യുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ. അല്ലാഹുവിനെ പറ്റി പറയുന്ന വളരെ മനോഹരമായ അധ്യാപന, വളരെ മനോഹരമായ അധ്യായമാണത്.
ആ സൂറത്തിൽ പറയുന്നത് ചെറിയ സൂറത്താണെങ്കിലും അത് മുഴുവനും അള്ളാഹുവിനെ പറ്റിയാണ് പറയുന്നത്. ആ കുട്ടി കേൾക്കേണ്ടത് ഖാലിഖായ റബ്ബിനെ കുറിച്ചാകണം, അല്ലേ? അതിനെക്കുറിച്ച് കേൾക്കാത്തത് കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്വതന്ത്ര ചിന്താഗതിക്കാർ, യുക്തിവാദികൾ ഒക്കെ ഈ സമൂഹത്തിൽ പെരുകിക്കൊണ്ടുവരുമ്പോ വളരെ സങ്കടം തോന്നുകയാണ്. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ നല്ലവരിൽ ചേർക്കുമാറാവട്ടെ, അല്ലേ? പ്രിയപ്പെട്ടവരെ, ക്ലബ് ഹൗസുകളിലൊക്കെ സോഷ്യൽ മീഡിയയിൽ ബന്ധപ്പെടുന്ന ആളുകൾക്കൊക്കെ അറിയാം, ക്ലബ് ഹൗസുകളിൽ നടക്കുന്ന ചർച്ചകളിൽ ഒരുപാട് മുസ്ലിം പേരുകളുള്ള കുട്ടികളെയാണ് കാണുന്നത് എന്നാണ്. മുസ്ലിമാത്തുകളായ പെൺകുട്ടികളും മുസ്ലിമീങ്ങളായ ആൺകുട്ടികളും ചെറുപ്പക്കാരികളും അവരെ സ്വതന്ത്ര ചിന്താഗതിക്കാരായി മാറുകയാണ്. ഇപ്പോഴത്തെ നടന്ന സംവാദങ്ങളൊക്കെ നമുക്കറിയില്ലേ, അല്ലേ? വളരെ വൈറലായ സംവാദം. യുക്തിവാദികൾ വളരെ വലിയ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കളെയൊക്കെ നന്മയുടെ വഴിയിലൂടെ കൊണ്ടുവന്നില്ല എങ്കിൽ നാളെ അവരെ ഓർത്ത് ദുഃഖിക്കേണ്ട, വിരൽ കടിക്കേണ്ട, ഖേദിക്കേണ്ട ഒരു അവസ്ഥാവിശേഷമാണ് മാതാപിതാക്കളായ നമുക്ക് വരാനിരിക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു നല്ലവരിൽ ചേർക്കട്ടെ. നമ്മുടെ മക്കൾക്കൊക്കെ അള്ളാഹു നല്ല ബുദ്ധി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. മൂന്നാമതായി മഹാന്മാര് പറയുന്നത് ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന ആ ആയത്ത് ഓതലും സുന്നത്താണ്, നല്ലതാണ്. കുട്ടിയുടെ വലത് ചെവിയിൽ എൻ്റെ വാഴ് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ, പ്രത്യേകമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണിത്. നിങ്ങളുടെ മക്കളുടെ പ്രസവഘട്ടങ്ങളിൽ അരികിലുണ്ടാകാറുള്ള ഉമ്മമാരെ, നിങ്ങളിത് ശ്രദ്ധിക്കണേ. ബാങ്കേക്കാമത്ത് കൊണ്ട് മാത്രം അവസാനിപ്പിക്കാതെ അത് കഴിഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കണം. അതേപോലെ അത് കഴിഞ്ഞാൽ മൂന്നാമതായി ഈ പറയപ്പെട്ട ആയത്തോതണേ, വളരെ പ്രധാനപ്പെട്ടതാണത്. ആരാണ് ഈ ആയത്തോതിയതെന്നറിയോ? ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെയും ആ കുഞ്ഞിനുണ്ടാകാൻ പോകുന്ന ആക്കണയല്ലാ എന്ന് ദുആ ചെയ്തു. ആരാണെന്നറിയോ ദുആ ചെയ്തത്? ഹന്നത്ത് ബീവി. ആരാണ്? മറിയം ബീവി, ഈസ നബിയുടെ പ്രിയപ്പെട്ട മാതാവ്, സ്വർഗീയ വനിതകളുടെ ലീഡർമാരിൽ ഒരാൾ. ഉമ്മമാരെ, സയ്യിദാതു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ വനിതകളുടെ ലീഡർമാർ. മുത്തനബി തങ്ങൾ പഠിപ്പിച്ചത് പ്രകാരം ഫാത്തിമ ബിന്തു മുഹമ്മദ്, ഹബീബിന്റെ പൊന്നുമോൾ ഫാത്തിമയാണ് ഒന്നാമത്തെ ലീഡർ. ഹബീബിന്റെ പുന്നാര മകൾ ഫാത്തിമയാണ്. ഖദീജ ബിന്തു ഖുവൈലിദ്. ഓപ്പറേറ്റർമാർ നല്ല ശബ്ദമാണ്, മാഷാ അല്ലാഹ്. കുറച്ചുകൂടി ഒന്ന് കൂട്ടിയാൽ ഒന്നുകൂടി നന്നായി. തുറക്കാൻ കുറച്ച് മടിയുണ്ടാവും ഓപ്പറേറ്റർമാർക്ക്. ഇൻഷാ അല്ലാഹ് എന്നാലും ഒന്ന് ഉഷാറായി തുറക്കുക. തുറന്നില്ലേ? അവിടെ വേണമെന്നില്ല, ഇവിടെ മാത്രം. അങ്ങനെ വേറെ ചെയ്യാൻ പറ്റില്ലേ? മോണിറ്റർ മാത്രം മതി. എൻ്റെ ചെവിയിലേക്ക് അടിച്ച് കയറിയാൽ മതി, അവിടെ ബുദ്ധിമുട്ടിക്കണ്ട ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, നിങ്ങൾ ഉറങ്ങിയോ? ഇല്ലല്ലോ, കൂടെ ഇല്ലേ? എന്നോട് പറഞ്ഞ സമയം ആയി വരികയാണ്. കുറഞ്ഞ സമയം കൂടി പറഞ്ഞ ഇൻഷാ അല്ലാഹ് ചില ദുആ നടത്തി നമുക്ക് പിരിയാം. വളരെ കറക്റ്റായി തുടങ്ങുന്ന പരിപാടി. വളരെ സന്തോഷമുണ്ട്, മാഷാ അല്ലാഹ്. 7 മണിക്ക് തുടങ്ങുന്ന ഒന്നേരായി ഉസ്താദ് പറഞ്ഞിരുന്നു. വളരെ കറക്റ്റ് 7 മണിക്ക് ഫാത്തിയ വിളിച്ച വളരെ നല്ല പരിപാടി. അങ്ങനെ ടൈമിന്, അല്ലേ, അതിനൊരു വില വേണം. ചില നിക്കാഹിനൊക്കെ പോയാൽ എന്താണ് നിക്കാഹിൻ്റെ ഒക്കെ അവസ്ഥ? 11 മണിക്ക് നിക്കാഹ് എന്ന് പറഞ്ഞാൽ, നിങ്ങളെ മലപ്പുറം ഭാഗത്ത് അങ്ങനത്തെ അനുഭവങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല. 11 മണിക്ക് നിക്കാഹ് എന്ന് പറഞ്ഞാൽ 11:30 മണി, 11:45, 12 മണി. ഉസ്താദന്മാർ കൃത്യമായിട്ട് 11 മണിക്ക് വരണം. അവരിങ്ങനെ സ്റ്റേജിൽ ഇങ്ങനെ കാണാൻ വെച്ച മാതിരി ഇങ്ങനെ ഇരിക്കണം. അങ്ങനെയൊക്കെ ഒരു അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയൊന്നുമല്ല, സമയത്തിന് നല്ല പ്രാധാന്യം കൊടുക്കണം. സംഘാടകരെ ഞാൻ അഭിനന്ദിക്കുന്നു. കറക്റ്റ് 7 മണിക്ക് തുടങ്ങുമെന്ന് പറഞ്ഞു. 7 മണിക്ക് തുടങ്ങിയ പരിപാടി വളരെ ഭംഗിയായിട്ടുണ്ട്. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. വളരെ സന്തോഷമാണ്, അൽഹംദുലില്ലാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൃത്യം 10 മണിക്ക് മുമ്പ് നമുക്ക് ദുആ ചെയ്ത് നല്ല റാഹത്തായിട്ട് പിരിയണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രിയപ്പെട്ടവരെ, 4 ലീഡർമാർ. ഒന്ന് ഫാത്തിമ ബിന്തു മുഹമ്മദ്, ഹബീബിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമയാണ്.
മറ്റൊന്ന് ഖദീജ ബിൻത് ഖുവൈലിദ്, ഖുവൈലിദിന്റെ മകളായ ഖദീജ, ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹാ. മൂന്നാമത്തേത് വആസിയ ബിൻത് മുസാഹിം, മുസാഹിമിന്റെ മകളായ ആസിയ അഥവാ ഫിർഔൻ, ഫറോവ റാംസസ് രണ്ടാമൻ എന്ന ഫിർഔനിന്റെ ഭാര്യയായ ആസിയ ബീവി. അവർ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വർഗീയ വനിതകളുടെ ലീഡർമാരിൽ ഒരാളാണ്. നാലാമത്തേത് വമറിയം ബിനത ഇമ്രാൻ, ഇമ്രാന്റെ മകളായ മറിയം ബീവി അലൈഹിസ്സലാത്തു വസ്സലാം. പ്രിയപ്പെട്ടവരെ, ആ മറിയം ബീവിയുടെ പ്രിയപ്പെട്ട മാതാവാണ് ഹന്നച്ച് ബീവി. കാനത് ഇംറഅത്തുൽ ലാ തൂലദ്, അവര് പ്രസവിക്കാത്ത, ഗർഭം ധരിക്കാത്ത ഒരു പെണ്ണുങ്ങളായിരുന്ന ഒരു സഹോദരിയായിരുന്നു. ആര്? ഹന്നച്ച് ബിൻത് ഫാഖൂദ് എന്ന് പറയും, ഹന്നച്ച് ബീവി. അങ്ങനെ ഹന്നച്ച് ബീവി ഗർഭം ധരിക്കാത്ത ഒരു സഹോദരിയായിരുന്ന ഹന്നച്ച് ബീവി ഒരു ദിവസം വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങിയപ്പോ വീട്ടിൽ നിന്ന് വെളിയിലൊരു പുറത്ത് ഒരു മരക്കൊമ്പിലിരുന്ന് ഒരു തള്ളപ്പക്ഷി അതിൻ്റെ കുഞ്ഞിന് ഭക്ഷണം വായിലിട്ട് കൊടുത്ത് വാത്സല്യത്തോടെ ലാളനയോടെ കുട്ടിയുടെ വായിലേക്ക് ഭക്ഷണം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഹന്നച്ച് ബീവി അത് കാണുന്നത്. ഫസ്തഹത്തിൽ വലദ, അവർ കുട്ടിയുണ്ടാകണമെന്ന് ആഗ്രഹിച്ചു. ഫസ്തഹത്തിൽ വലദ, എനിക്കും ഇതുപോലെ ഒരു കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുകയാണവർ. ഫദഅല്ലാഹ അൻ യഹിബഹാ വലദാ, ഒരു കുട്ടി ഉണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചു. ഒരു കുട്ടിയെ തരണേ എന്ന് അള്ളാഹിനോട് ദുആ ചെയ്തു. ഫസ്തജാബല്ലാഹു ദുആഅഹാ, അവരുടെ ദുആക്ക് അല്ലാഹു ഉത്തരം നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവർ ഗർഭം ധരിക്കുകയാണ്. അങ്ങനെ പ്രസവിക്കാൻ അടുത്തപ്പോഴാണ് അവർ ദുആ ചെയ്തത്, ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ് ശൈത്വാനിർ റജീം. അല്ലാഹുവേ, എൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെയും അവർക്കുണ്ടാകാൻ പോകുന്ന സന്താനത്തെയും നീ പിശാചിനെ തൊട്ട് കാക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തു ഹന്നത്ത് ബിൻത് ഫാഖൂദ്. ആ പ്രാർത്ഥനയുടെ ഫലമാണ് പ്രിയപ്പെട്ടവരെ മുത്തുനബി മുഹമ്മദ് മുസ്തഫ, ഓർക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എല്ലാ കുഞ്ഞുമക്കളും ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോ കരഞ്ഞുകൊണ്ടാണ് വരിക. എങ്ങനെയാ വരിക? കരഞ്ഞുകൊണ്ടാണ് വരിക, അല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ ഞാൻ കരഞ്ഞിട്ടല്ല വന്നതെന്ന്? എല്ലാവരും കരഞ്ഞിട്ടാണ് വരിക. എന്താണ് കാരണം? പ്രിയപ്പെട്ടവരെ, പിശാച് ഇങ്ങനെ ഞെക്കിപ്പിടിക്കുമെന്നതുകൊണ്ടാണ്. പിശാച് ഞെക്കിപ്പിടിക്കാതെ ഒരു കുഞ്ഞും ഭൂമി ലോകത്തേക്ക് വരുന്നില്ല. അങ്ങനെ പിശാച് ഞെക്കിപ്പിടിക്കുമ്പോഴാണ് ഇല്ലാ വയസ്തഹില്ലു സ്വാരിഖം മിമ്മസ്സിഹിയാ, പിശാച് ഇങ്ങനെ ഞെക്കിപ്പിടിക്കുന്നത് കൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഭൂമിയിലേക്ക് വരിക. എല്ലാവരും അങ്ങനെയാണ് വരിക. കവി തന്നെ പറഞ്ഞല്ലോ, വലദതുക ഉമ്മുക തുഹൗലക യൽഹകൂന സുറൂറാ. സഹോദരാ, വലദതുക ഉമ്മുക യബ്ന ആദമു ബാക്കിയാ. മനുഷ്യ, നിന്നെ നിന്റെ പ്രിയപ്പെട്ട ഉമ്മ പ്രസവിക്കുന്ന നേരത്ത് കരഞ്ഞുകൊണ്ടാണ് നീ ഭൂമിയിലേക്ക് വന്നത്. വന്നാസു ഹൗലക യൽഹകൂന സുറൂറാ, നിന്റെ ചുറ്റുമിരുന്ന് നിന്റെ ബന്ധുമിത്രാദികൾ നിനക്ക് വേണ്ടപ്പെട്ടവരെല്ലാം ചിരിക്കുകയായിരുന്നു. നീ പ്രസവിക്കപ്പെട്ടു, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചു എന്നറിഞ്ഞപ്പോ ലേബർ റൂമിന് പുറത്ത് ആളുകൾ ലഡു വിതരണം നടത്തി. അവര് ഫ്രൂട്ട്സ് നൽകി, അല്ലെ, ഫ്രൂട്ടി നൽകി. വരുന്നവർക്കെല്ലാം അവർ സന്തോഷാഹ്ലാദ പ്രകടനം കൊണ്ട് പലതും അവർ നൽകി. എല്ലാവരും ചിരിക്കുകയാണ്. നീയാകട്ടെ ഭൂമിയിലേക്ക് കടന്നു വന്നത് കരഞ്ഞുകൊണ്ടാണ്. فاجهد لنفسك أن تكون إذا بكوا في حال موتك ضاحكا مسرورا. നാളെ ഈ ലോകത്തോട് നീ വിട പറയുമല്ലോ. അങ്ങനെ വിട പറയുന്ന നേരത്ത് ചിരിച്ചുകൊണ്ടാണ് നീ വിട പറയേണ്ടത്. അതിനുള്ള ശ്രമങ്ങളാണ് നീ നടത്തേണ്ടത്.
ആളുകളെല്ലാം പടച്ചോനെ എൻ്റെ വാപ്പ മരിച്ചുപോയല്ലോ, എൻ്റെ ഉമ്മ പോയല്ലോ എന്ന് പറഞ്ഞ് മക്കളിങ്ങനെ മുറയിട്ട് കരയുന്ന നേരത്ത് നീ ചിരിച്ചുകൊണ്ട് ഈ ഭൂമിയിൽ നിന്ന് വിട പറയണം സഹോദരാ എന്ന് കാവ്യലോകത്തെ കുലപതികൾ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ചിരിച്ചുകൊണ്ട് മരിക്കാനാവണം. ഖുർആൻ ഓതുമ്പോഴോ ദിക്ർ ചൊല്ലുമ്പോഴോ മരിക്കാനാവണം. അല്ലാഹുവേ നീ അതിന് ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ, ഞങ്ങൾക്കതിന് ഭാഗ്യം നൽകണേ അല്ലാ. ചിരിച്ചു മരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അല്ലേ? ആസ്വദിച്ച് അമലുകൾ ചെയ്യണം. നിസ്കാരവും ഖുർആൻ പാരായണമൊക്കെ ആസ്വദിച്ച് ചെയ്യണം. ഒരു ചടങ്ങിന് വേണ്ടി ചെയ്യരുത് എന്നർത്ഥം. ആസ്വദിച്ച് ചെയ്യണം. ഒരു ആസ്വാദനം നിസ്കാരത്തിലും ഖുർആൻ പാരായണത്തിലൊക്കെ ഉണ്ടായാൽ എന്താണോ നമ്മൾ ദുനിയാവിൽ ആസ്വദിച്ച് ചെയ്യുന്നത്, അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് മരിക്കാനിടയുള്ളത് എന്ന് മഹാന്മാർ പറയുന്നുണ്ട്. ആസ്വദിച്ച് സിനിമ കാണുന്നവനാണോ മിക്കവാറും മരിക്കുന്നത് എങ്ങനെയായിരിക്കും? എങ്ങനെയായിരിക്കും? ഇപ്പം അടുത്തൊരു ഒരു ജനാസ കണ്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഒരു അജ്ഞാത മൃതദേഹമാണ്. അത് കണ്ടു വന്നിട്ട് ഒരാളിനോട് പറഞ്ഞു, ആള് നമ്മൾ തന്നെയാണ്, ഐഡൻറ്റിറ്റി കാർഡ് പരിശോധിച്ചപ്പോൾ പേര് നമ്മൾ തന്നെയാണ്. നോക്കുമ്പോൾ മയ്യത്തിൻ്റെ പോക്കറ്റിൽ പകുതി കുടിച്ച കള്ളിൻ്റെ കുപ്പി ഉണ്ടായിരുന്നു, ബാക്കി അങ്ങനെ കുടിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് മരിച്ചുപോയത്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു കാക്കട്ടെ, അള്ളാഹു കാക്കട്ടെ. ഉറക്കാമീമ്പർ മനുഷ്യന്മാരെ അള്ളാഹു എന്തോ അതിനനുസരിച്ചാണ് നമ്മുടെ മരണം ഉണ്ടാവാൻ ചാൻസ് ഉള്ളത്. ആസ്വദിച്ച് ഖുർആൻ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ മരിച്ചു പോവാം. ളുഹർ നമസ്കാരത്തിലെ 4-ാമത്തെ റക്അത്തിലെ രണ്ടാമത്തെ സുജൂദിൽ മരണപ്പെട്ടു പോയൊരു ഉസ്താദ് ഞാൻ എൻ്റെ വാതിൽ എപ്പോഴും പറയാറുണ്ട്, ഓർക്കാറുണ്ട്. അത്രമേൽ ഓർക്കാൻ കാരണം മറ്റൊന്നുമല്ല, അഖ്റബുമായ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദുൻ. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ അള്ളാഹിനോട് അടുക്കുന്ന സമയം വഹുവ സാജിദുൻ, സുജൂദ് ചെയ്യുമ്പോഴാണ്. സുജൂദ് പോലെ റബ്ബിനോട് അടുക്കുന്ന വേറൊരു ഇബാദത്തില്ലല്ലോ. ആ നേരത്തൊരാൾ മരിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്തൊരു സൗഭാഗ്യമാണത്, ഇതെന്തൊരു മരണമാണ്. അള്ളാഹു അങ്ങനെ നല്ല രൂപത്തിൽ മരിച്ചു പോയാൽ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, മുത്തുനബി തങ്ങൾ പറഞ്ഞു, എല്ലാ കുഞ്ഞുമക്കളും ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോ കരഞ്ഞുകൊണ്ടാണ് വരിക. ഇല്ലാ മറിയമ വബ്നഹാ, മറിയം ബീവിയെയും അവരുടെ മകനായ ഈസ നബിയെയും പിശാച് തൊട്ടിട്ടില്ല. അതിന് കാരണം ഹന്നത്ത് ബീവിയുടെ പ്രാർത്ഥനയാണ്. ഏത് പ്രാർത്ഥന? ഇന്നി ഉഈദുഹാ ബിക വദുർരിയതഹാ മിനശ്ശൈത്വാനിർ റജീം എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ. അപ്പം എന്താ ഞാൻ പറഞ്ഞു വന്നത്? ബാങ്ക് ഇഖാമത്ത് കഴിഞ്ഞാൽ സൂറത്തുൽ ഇഖ്ലാസ്, അത് കഴിഞ്ഞാൽ ഈ ആയത്ത് ഓതുക. പിന്നൊന്നുകൂടി പറഞ്ഞു, മഹാനായ ഇമാം ദൈറബി തങ്ങൾ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യം കൂടി നമുക്ക് കാണാം. മഹാനായ ഇമാം ദൈറബി ഇമാം ദൈറബി തങ്ങളെ തൊട്ട് നക്കൽ ചെയ്യപ്പെട്ടതായി കാണാം. സൂറത്തുൽ ഖദർ, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ എന്ന് തുടങ്ങുന്ന ആ ഒരു മനോഹരമായ സൂറത്ത് കൂടെ ഒരു കുട്ടിയുടെ, പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ വലത് ചെവിയിൽ ഓതിക്കൊടുത്താൽ ആ കുട്ടിയുടെ ആയുസ്സിലൊരിക്കലും വ്യഭിചാരം എന്ന വൃത്തികേട് ഉണ്ടാവാനിടയില്ല. മഹാനായ ഇമാം ദൈറബി തങ്ങളെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ളത് കാണാം. ആ കുട്ടിയുടെ ആയുസ്സിലൊരിക്കലും വ്യഭിചാരം എന്ന വൃത്തികേട് ഉണ്ടാകാനിടയില്ല. ഇങ്ങനെ സൂറത്തുൽ ഖദർ പാരായണം ചെയ്താൽ 4 കാര്യമാണ് പ്രസവിക്കപ്പെട്ട ഉടനെ ആ ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യം. പിന്നെ അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്, സമയത്തിൻ്റെ ദൗർലഭ്യമുണ്ട്, ഞാൻ ഓടിച്ചു പോവുകയാണ്. ഈ 4 കാര്യം പ്രാഥമികമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് കഴിഞ്ഞാൽ 7-ാം ദിവസം പ്രിയപ്പെട്ടവരെ കുട്ടിയുടെ മുടി കളയുക, അതേപോലെ നല്ല പേരിടുക,
നല്ല പേര് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരുകൾ. അഹബ്ബുൽ അസ്മാഇ ഇലല്ലാഹി അബ്ദുല്ലാഹി വ അബ്ദുർ റഹ്മാൻ. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് ആൺകുട്ടിയാണെങ്കിൽ അബ്ദു കൊണ്ട് തുടങ്ങുന്ന അബ്ദുല്ല പോലെ, അബ്ദുർ റഹ്മാൻ പോലെയുള്ള പേരുകളാണ് എന്ന് നബിയുനാ റസൂലുള്ളാഹി പേരിടണേ എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു അല്ലേ? ഇന്നകും സതുദഊന യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നിങ്ങൾ വിളിക്കപ്പെടുന്നത് ബി അസ്മാഇകും വ അസ്മാഇ ആബാഇകും, നിങ്ങളുടെ പേരുകളെ കൊണ്ടും അതുപോലെ നിങ്ങളുടെ വാപ്പമാരെ പേരുകളിലേക്ക് ചേർത്തിട്ടാണ് നിങ്ങളെ വിളിക്കപ്പെടുക. വാപ്പമാരുടെ പേരുകളിലേക്ക് ചേർത്തിട്ടാണ്. അബ്ദുറഹ്മാന്റെ മകൻ അബ്ദുല്ലാ എന്നാണ് നിങ്ങളെ വിളിക്കുക. അതുകൊണ്ട് ഫഅഹ്സിനു അസ്മാഅകും, നിങ്ങളുടെ പേരുകളെ നിങ്ങൾ ഭംഗിയാക്കണേ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല പേരിടുക. അതുപോലെ അഖീഖത്ത് അറുക്കുക, അതും വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് അല്ലെ? അഖീഖത്ത് അറുക്കുക, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് പ്രസവിക്കപ്പെട്ട ഉടനെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് മക്കളുടെ വളർച്ചാഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അതും ഒരുപാട് പറയാനുണ്ട്. സമയത്തിന്റെ ദൗർലഭ്യം മാനിച്ചുകൊണ്ട് ഒരൊറ്റ ഒരു കാര്യം അതുമായി ബന്ധപ്പെട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. മൂന്നാമതായി പ്രിയപ്പെട്ടവരെ, മക്കളുടെ വളർച്ചാഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറയുന്നത്, അവരുടെ വളർച്ചാഘട്ടങ്ങളിൽ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടത്, വളരെ ഗൗരവത്തോടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അവരുടെ മുമ്പിൽ ഏറ്റവും നല്ല റോൾ മോഡലായി മാറാൻ ശ്രമിക്കുക എന്നതാണ്. മക്കളുടെ മുന്നിൽ ഏറ്റവും നല്ല റോൾ മോഡൽ. മക്കൾ ആരെയാണ് പിൻപറ്റുക? അവര് സദാ നമ്മളെയാണ് അവര് പിൻപറ്റുന്നത്. എങ്ങനെയാണ് എൻ്റെ ഉമ്മ ചെയ്യുന്നത്? എൻ്റെ ഉമ്മ എങ്ങനെയാണ് വെള്ളം കുടിക്കുന്നത്? ഇരുന്നിട്ടാണോ വെള്ളം കുടിക്കുന്നത്? വലത് കൈയിലാണോ? ഇതെല്ലാം പ്രിയപ്പെട്ട മക്കൾ പഠിക്കുന്നത് ഉമ്മയെ നോക്കിയിട്ടാണ്. ഉമ്മയെ നോക്കിയിട്ടാണ്. ഉമ്മ പഠിപ്പിച്ചു കൊടുത്തിട്ടല്ല. പ്രിയപ്പെട്ട ഉമ്മമാരെ, വാപ്പമാരെ, നമ്മുടെ പ്രിയപ്പെട്ട മക്കൾക്ക് നമ്മളിൽ നിന്ന് കണ്ടുപിടിക്കാൻ ഉണ്ടാകണം. ഞാൻ ഓർക്കുന്നു ഇപ്പോഴും മഹാനായ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്ന വലിയ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ അദ്ദേഹത്തിന്റെ മകൻ പ്രിയങ്കരനായ മുനവ്വർ അലി ശിഹാബ് തങ്ങൾ പാപ്പയെ അനുസ്മരിച്ചുകൊണ്ട് എഴുതിയ ഒരു ലേഖനത്തിന്റെ അവസാനത്തെ വരികൾ ഇങ്ങനെയാണ്: എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും നന്മകൾ സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എൻ്റെ വാപ്പയിൽ നിന്ന് ഞാൻ പഠിച്ചതാണ്, എൻ്റെ വാപ്പയിൽ നിന്ന് എനിക്ക് ലഭിച്ചതാണ്. അതൊന്നും വാപ്പ എന്നെ പറഞ്ഞു പഠിപ്പിച്ചതല്ല, മറിച്ച് ഞാൻ വാപ്പയെ കണ്ടുപഠിച്ചതാണ്, വാപ്പയിൽ നിന്ന് ഞാൻ ഒപ്പിയെടുത്തതാണ് എന്ന് അദ്ദേഹം തൻ്റെ അഭിവന്യ പിതാവിനെ കുറിച്ച് വരിയിൽ എഴുതിയത് കാണാനിടയായി. ഞാൻ പറഞ്ഞു വരുന്നത്, പ്രിയപ്പെട്ടവരെ, മക്കളുടെ വളർച്ചാഘട്ടങ്ങളിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ അത്തരം വിഷയങ്ങളിൽ. ബാപ്പമാര് ഭാര്യ ഭർത്താക്കന്മാരാകുമ്പോ ചെറിയ കശപിശകൾ, ചെറിയ പിണക്കങ്ങളൊക്കെ സ്വാഭാവികമാണ്. അതൊന്നും പ്രിയപ്പെട്ട മക്കളുടെ മുന്നിൽ നിന്നാകാതിരിക്കാൻ നല്ലപോലെ ജാഗ്രത കാണിക്കണം. മക്കളുടെ മുന്നിൽ നിന്ന് പ്രിയപ്പെട്ട ഭാര്യയുടെ ആ മക്കളുടെ ഉമ്മാന്റെ വാപ്പാനെ വിളിച്ച് ചീത്ത പറയുക അല്ലേ? ആ മക്കളുടെ മുന്നിൽ നിന്ന് പ്രിയപ്പെട്ട ഭാര്യയെ തെറി പറയുക, തെറി അഭിഷേകം നടത്തുക, ശകാരിക്കുക, അവളെ അടിക്കുക, ഇതെല്ലാമാണ് മാതാപിതാക്കളുടെ രീതിയെങ്കിൽ ആ മക്കൾക്കിടയിലും സംഘർഷഭരിതമായ സാഹചര്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ആ മക്കളിൽ സ്നേഹം കുറവായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെങ്ങനെ ഓരോ കാര്യങ്ങളിലും മക്കൾ മാതാപിതാക്കളെയാണ് റോൾ മോഡലായി കാണുക. അതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ നമ്മൾ ഇടപഴകുന്നത്, നമ്മുടെ ഇടപെടലുകൾ എങ്ങനെയാണോ അങ്ങനെയാണ് മക്കളുടെ സ്വഭാവം രൂപീകൃതമാവുക നമ്മുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ. അതുകൊണ്ട് വളരെ ഗൗരവത്തോടെ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു വേണം നമ്മുടെ മക്കളെ വളർത്താൻ. അവർക്ക് മുന്നിലൊരു റോൾ മോഡലായി മാറാൻ നമുക്ക് സാധ്യമാവണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.